ഉറുമ്പായി മന്നാടിയാരുടെ കൊട്ടാരത്തിലെ പരിചാരക വിശ്വസ്തൻ അഗസ്റ്റിൻ പൈലോ അപ്പുണ്ണി പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. ഉറുമ്പായി മന്നാടിയാരുടെ ചെറുമക്കൾ ഗുണയും ഗണയും ലണ്ടനിൽ നിന്ന് രാത്രി 3 മണിക്ക് എത്തും. വിമാനം സ്വന്തമായി ഉണ്ടായിട്ടും എയർപോർട്ട് അധികൃതർ ലാൻഡിംഗ് സമയം താമസിപ്പിച്ചു എന്ന് വിചാരിച്ച് ഉറുമ്പായി ഉറക്കെ അലറിക്കൊണ്ട് വ്യോമയാന മന്ത്രിയെ വിളിച്ച് ശകാരിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും പഴയ കറുത്തു തടിച്ച ബ്രിട്ടീഷുകാരന്റെ കാലം കഴിഞ്ഞെത്തിയ ലാൻഡ് ഫോണെ ഉറുമ്പായി ഉപയോഗിക്കൂ. നരച്ച കൺതടങ്ങൾ ചോര പോലെ ചുവന്ന് തടിച്ചിരിക്കുന്നു ഉറുമ്പായിയുടെ. അഗസ്റ്റിൻ പൈലോയെ നോക്കി ഉറുമ്പായി ഒന്ന് മോളി. എന്നിട്ട് ദൂരത്തേക്ക് നോക്കി ഒന്ന് നിന്നു. കയ്യിലെ വൈഡൂര്യം പതിപ്പിച്ച സിംഹത്തിന്റെ തലയുള്ള സ്വർണ്ണ നിറമുള്ള വടി കറക്കിക്കൊണ്ട് പറഞ്ഞു, അഗസ്റ്റി, നീ രാമച്ചം വെള്ളത്തിൽ കണ്ടത് ആരോടും പറയണ്ട. കാരണം വാക്കുകൾ നിർത്തി ഉറുമ്പായി. ആകാംക്ഷയോടെ ഉറുമ്പായി യജമാനൻ പറയുന്നത് കേൾക്കാൻ അടുത്തേക്ക് ചെന്നു അഗസ്റ്റിൻ പൈലോ അപ്പുണ്ണി എന്ന പാവം പരിചാരകൻ. കാരണം എന്താണ് യജമാനൻ? ഞാനത് വിശ്വസിക്കുന്നു. നീ പറഞ്ഞത് സത്യമാണ്. അഗ്നിയില്ലാതെ വെള്ളം തിളയ്ക്കുക, പച്ചച്ചോരയുടെ ഗന്ധം വരിക. മെല്ലെ തിരിഞ്ഞ് അഗസ്റ്റിനോട് പറഞ്ഞു ഉറുമ്പായി. പിശാചുക്കൾ ശക്തരാണ്. ആകാശം അവരുടേതാണ്. ശാസ്ത്രം ആകാശത്തേക്ക് കുതിപ്പിക്കുന്ന ഒരു റോക്കറ്റും ലക്ഷ്യം കാണില്ല. കാരണം പിശാചുക്കൾ അത് ചവിട്ടി നിലത്തേക്ക് ഇടും. നിനക്ക് അറിയോ അഗസ്റ്റിൻ പൈലോ, സൗരയുധങ്ങൾ പിശാചുക്കളുടെ പിടിയിലാണ്. പിശാചുക്കൾ ഈ കലിയുഗത്തിൽ വൈറസായി കമ്പ്യൂട്ടറുകളിൽ കടന്നു കയറും. മൊബൈൽ ഫോണിലൂടെ നമ്മുടെ തലച്ചോറും കേൾവിയും തകർക്കും. നീ വിശ്വസിക്കുന്ന ഈശ്വരൻ അഴിച്ചുവിടുന്ന പിശാചുക്കൾ പ്രതികാരദാഹികളായി വരും. ഈ ഉറുമ്പായി മന്നാടിയർ കച്ചകെട്ടി ഇറങ്ങി മന്ത്രവാദത്തിന്റെ മാറു പിളർന്ന് ചോര കുടിച്ച് തകർക്കും ഞാൻ. യജമാനൻ, യജമാനൻ! കോപം കൊണ്ട് വിറയ്ക്കുന്ന ഉറുമ്പായി നോക്കി അഗസ്റ്റിൻ പൈലോ വിളിച്ചു. ഉറുമ്പായി വിളി കേട്ടില്ല. പകരം ഇത്രയും പറഞ്ഞു, രാത്രി വിമാനത്തിൽ ഗുണയും ഗണയും വരും. ഇന്ന് വെള്ളിയാഴ്ച. പിശാചുക്കൾ ശക്തി കൂടി ഇറങ്ങി നടക്കുന്ന നേരം. ഏത് വേഷത്തിലും ഭാവത്തിലും എവിടെയും കടന്നു കയറാൻ അവറ്റകൾക്ക് കഴിയും. അമൃതവല്ലി, അമൃതവല്ലി! നാഗമ്പടം കൊട്ടാരം അരയ്ക്ക് താഴെ തളർന്ന ആർദ്രയെ ജീവനോടെ എനിക്ക് അവിടെ തന്നെ കുഴിച്ചു മൂടണം. ഗുണയ്ക്കും ഗണയ്ക്കും ദശാസന്ധിയാണ്. വമ്പൻ സാമ്രാജ്യം കൈക്കുള്ളിലെ രത്നമായി സൂക്ഷിക്കുന്ന എന്റെ ചെറുമക്കൾക്ക് ഞാനവളെ കൊടുക്കും. യജമാനൻ അമീർ പുരോഹിത് പറഞ്ഞു. അഗസ്റ്റിൻ പൈലോ വാക്കുകൾ മുഴുവിച്ചില്ല. പൊട്ടിച്ചിരിച്ചു ഉറുമ്പായി. കർമ്മങ്ങൾ എനിക്കറിയാം. അവരുടെ ജാതകവും വിധിച്ചത് അതാണ്. അവർ കൊതിക്കുന്നതും അത് തന്നെ. മുന്നിലേക്ക് നടന്നുകൊണ്ട് ഉറുമ്പായി മന്നാടിയാർ പറഞ്ഞു, ഞാൻ ഇന്നലെ അവളുടെ മുറിയിൽ കയറി. അവരുടെ കമ്പ്യൂട്ടറിൽ അവളുടെ ഒരു ചിത്രം, അരയ്ക്ക് താഴെ തളർന്ന ആർദ്രയുടെ ചിത്രം. അവരുടെ ചിത്രശാലയായ ആർട്ട് ഗാലറിയിൽ വീൽചെയറിൽ ഇരിക്കുന്ന അവൾ ആർദ്ര. പെരുമ്പാമ്പിനെ പോലെ തഴച്ചു വളർന്ന അവളുടെ മുടി, ചോര തുടിക്കുന്ന ചുണ്ടുകൾ, നക്ഷത്രങ്ങളെ മയക്കുന്ന കണ്ണുകൾ. ഏതു വൃദ്ധനും ഇണചേരാൻ കൊതിക്കുന്ന അപ്സരസ് ആർദ്ര. നിന്ന് കിതച്ചു ഉറുമ്പായി. യജമാ! ദയനീയമായി അഗസ്റ്റിൻ പൈലോ അപ്പുണ്ണി വിളിച്ചു. വിധിയെ മറികടക്കാൻ വിധിയുണ്ടാക്കുന്നവനും കഴിയില്ല. പക്ഷേ ചില മനുഷ്യന്റെ തലച്ചോറിനുള്ളിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് സൃഷ്ടികർത്താവ് ഇത്തിരി കൂർമ്മബുദ്ധി കൂടുതൽ ചേർക്കും. ഈ ഉറുമ്പായിക്ക് അത് കൂടിപ്പോയി അഗസ്റ്റിൻ പൈലോ. യജമാൻ! അപ്പുണ്ണി ഭയത്തോടെ അടുത്തേക്ക് ചെന്നു. നിന്റെ അമീർ പുരോഹിത് മനുഷ്യ ശരീരം കത്തിച്ച് ഭാവി പറയുന്ന ആളാണ് എന്ന് വെച്ചാൽ ശവത്തിന്റെ ഗന്ധവും കത്തിത്തീരുന്ന സമയവും നോക്കി കൃത്യമായി ഫലം പറയുന്നവൻ. പ്രപഞ്ചത്തിന്റെ ആത്മാക്കളുടെ ചലനം, ഗതിവിഗതികൾ, മയങ്ങുന്ന സ്ഥലം എല്ലാം അവന്റെ 300 ഗ്രാം പോലുമില്ലാത്ത തലച്ചോറിൽ കടന്നു കയറും. ഉള്ളത് മുഖത്തു നോക്കി പറയുന്ന ആ ചെന്നായി എനിക്ക് പ്രിയപ്പെട്ടവനാണ്. കാരണം നാഗമ്പടം കൊട്ടാരത്തിന്റെ അടിവേര് തോണ്ടിയെടുക്കാൻ അവൻ എനിക്ക് പറഞ്ഞു തരുന്ന വഴികൾ. പൊന്നുകൊണ്ട് തുലാഭാരം തോക്കും ഞാൻ അവന്. ആർദ്ര, അവൾ അമീർ പുരോഹിതിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇതിനുള്ളിൽ കടന്നു കയറാൻ അവൾ ശ്രമിക്കും. പക്ഷേ ഈ ബംഗ്ലാവിന്റെ 4 ഭാഗത്തും ഭൂമിക്ക് അടിയിലൂടെ ചെമ്പ് കമ്പിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മന്ത്രലിഖിതങ്ങൾ മറികടന്നാൽ അവൾ അലറിക്കൊണ്ട് പിടഞ്ഞു വീഴും. പിശാചുകൾക്ക് കവാടം തീർത്ത അമീർ പുരോഹിത്, പിന്നെ പിശാചുക്കളെ വിരൽ ചൂണ്ടി നിർത്തുന്ന ഈ ഉറുമ്പായി. പെട്ടെന്ന് മുറിയിൽ ഇരുട്ട് വ്യാപിച്ചു. അടുത്ത നിമിഷം ജനറേറ്റർ പ്രവർത്തിക്കേണ്ടതാണ്. ഉറുമ്പായിയുടെ കിതപ്പിൽ നിന്ന് ഒരു കാര്യം അഗസ്റ്റിൻ പൈലോ അപ്പുണ്ണിക്ക് വ്യക്തമായി. ഉറുമ്പായി ഭയക്കുന്നുവോ? ഈ ജോലിക്കാർ എവിടെയാണ് പൈലോ?
ജനറേറ്റർ. കയ്യിലിരുന്ന ചെറിയ പെൺടോർച്ച് തെളിച്ച് അഗസ്റ്റിൻ പറഞ്ഞു. എമർജൻസി ലൈറ്റും പോയിരിക്കുന്നു യജമാൻ. ഞാനിപ്പോൾ വരാം. യജമാനൻ ഇവിടെ നിന്നോളൂ. ഉറുമ്പായി അമർത്തി മൂളി. ഗണയുടെയും ഗുണയുടെയും മുറി കടക്കുമ്പോൾ മുറിക്കുള്ളിൽ മാത്രം അരണ്ട വെളിച്ചം കണ്ട് അഗസ്റ്റി ഒരു നിമിഷം നിന്നു. മുറി തുറന്നു കിടക്കുന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് പ്രവഹിക്കുന്നു. അടുത്തേക്ക് ചെന്ന് ഞെട്ടിപ്പോയി അഗസ്റ്റി. കമ്പ്യൂട്ടർ പൊട്ടിപ്പോയിരിക്കുന്നു. മുറിക്കുള്ളിൽ നേരിയ ശ്വാസോച്ഛ്വാസം കേൾക്കുന്നു. ഗുണയുടെയും ഗണയുടെയും കമ്പ്യൂട്ടറിൽ ആർദ്രയുടെ ചിത്രമാണെന്ന് ഉറുമ്പായി യജമാനൻ പറഞ്ഞത് ഓർത്തു. ഇപ്പോൾ ചിതറിപ്പോയ കമ്പ്യൂട്ടർ ഫ്രെയിം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അഗസ്റ്റിൻ എപ്പോഴോ കണ്ട ഒരു പഴയ അമേരിക്കൻ സിനിമയോർത്തു. ടെലിവിഷനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രേതകഥയോർത്ത് അഗസ്റ്റിനിൽ ഭയത്തിന്റെ കണിക വീണ് മുള പൊട്ടി. മുറിയുടെ വാതിൽ താനേ അടഞ്ഞു. ചെമ്മരിയാടിന്റെ വിലപിടിച്ച രോമം കൊണ്ട് തുന്നിയ കമ്പിളിപ്പുതപ്പിൽ ആരോ കിടക്കുന്നു. അടുത്തേക്ക് ചെന്നു. മെല്ലെ വിറയ്ക്കുന്ന കരങ്ങളോടെ കമ്പിളിപ്പുതപ്പ് മാറ്റി. തലച്ചോറ് സ്തംഭിച്ചു പോയി. മാറുമറയ്ക്കാതെ ഒരു രാജകുമാരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉറങ്ങുന്നു. മുട്ടുകുത്തി വീണു അഗസ്റ്റിൻ. ഒന്ന് അലറാൻ ആകാതെ. കിടക്കുന്നത് ആർദ്രയാണെന്നറിയാതെ. ജന്മം കടന്നു വന്ന അമൃതവല്ലിയുടെ ശക്തി എന്തെന്നറിയാതെ. രാത്രി പൂത്തുലഞ്ഞു നിൽക്കുന്നു. താജ്മഹലിനെ വെല്ലുന്ന ഉറുമ്പായി സൗധത്തിന്റെ ഇരുട്ടിൽ ഒരാൾ നിൽക്കുന്നു. മറ്റൊരാൾ കസേരയിൽ കാൽ നീട്ടിവെച്ച് ഇരിക്കുന്നു. രാത്രി, അർദ്ധരാത്രി. 12:16 നിൽക്കുന്ന ആൾ ഉറുമ്പായുടെ സെക്രട്ടറി അനന്തൻ നായർ, മാവേലിക്കര ചെട്ടിക്കുളങ്ങര സ്വദേശി. ബുദ്ധിയും ശക്തിയും ദൈവം കനിഞ്ഞു നൽകിയ അത്ഭുത ജന്മം. ചെട്ടിക്കുളങ്ങര ഭഗവതി തന്റെ നിഴലായി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സത്യം സത്യമായി പറയുന്ന മനുഷ്യൻ. അഗസ്റ്റിൻ പൈലോ അപ്പുണ്ണിക്ക് ബോധം വീണിട്ടുണ്ടോ നായരെ? ഉറുമ്പായുടെ ആകാംക്ഷ ഇല്ലാത്ത ചോദ്യം. ഇല്ല. ഉറുമ്പായി നീട്ടി മൂളി. വിമാനം താമസിക്കുന്നു. ഗുണയുടെയും ഗണയുടെയും വിമാനം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടില്ലത്രേ. ഉറുമ്പായി അതും സ്വയം പറഞ്ഞ് മൂളി. എന്നിട്ട് വിളിച്ചു, നായരെ. സർ. കഴുത്തിലെ ടൈ ശരിയാക്കി അനന്തൻ നായർ നിവർന്നു നിന്നു. എവിടെയോ ഒരു വശപ്പിശക് കാണുന്നു. 2011 കഷ്ടകാലത്തിന്റെ ഒരു ചരിത്രം എഴുതി തന്നിട്ടുണ്ട് അമീർ പുരോഹിതൻ. കത്തിക്കരിഞ്ഞുപോയ പരിഹാര കണ്ഡത്തിന്റെ തുടക്കം വായിച്ചു നോക്കി അമീർ പറഞ്ഞതും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ കിട്ടും ഒരുത്തരം. ശരിയാണ് സാർ. അമീർ ഒന്നും വിട്ടു പറയുന്നില്ല. മന്ത്രവാദികൾക്ക് ശക്തി അവരുടെ ഉപാസന ബലം അടിസ്ഥാനമാക്കി മാത്രമേ പറയാനാകൂ എന്ന് അമീർ ഉറപ്പിച്ചു പറയുന്നു. താങ്കൾക്ക് 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. വിലമതിക്കുന്ന കോടികളുടെ അധിപനായ താങ്കൾക്ക് പറയാൻ 2 പേരേയുള്ളൂ, ഗണയും ഗുണയും. അനന്തൻ നായർ പറഞ്ഞു നിർത്തി. ഉറുമ്പായി മൂളി. രാപ്പാടി പാടാതെ നിശബ്ദമായി ഇരുന്നു. ചോദ്യത്തമ്പുരാട്ടിയുടെ ശാപം എനിക്കും. എനിക്ക് ചുറ്റും പെണ്ണുങ്ങൾ വാഴില്ല. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് ഒരു ശക്തി തന്നെ. 1000 കുതിരശക്തി, 1000 മതം പൊട്ടിയ ആനകളെ തളയ്ക്കാം. മതം പൊട്ടാത്ത ഒരു പെണ്ണിനെയാണെങ്കിൽ കൂടി ഒപ്പം നിർത്തി ഒരു ജന്മം കടന്നു പോകാൻ ഇത്തിരി കട്ടിയ നായരെ. ഗുണയുടെയും ഗണയുടെയും ചിന്ത ഒന്ന് തന്നെ. നാഗപ്പടം കൊട്ടാരത്തിലെ അരക്കെട്ടിന് താഴെ ചലനശേഷിയില്ലാത്ത പെൺകുട്ടി. ആർദ്രയിൽ അവർ വല്ലാതെ ഭ്രമിച്ചിരിക്കുന്നു. അത് അവരെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് അറിയില്ല. അനന്തൻ നായർ ഇത്രയും പറഞ്ഞ് ഉറുമ്പായിയുടെ മറുപടിക്ക് കാത്തു നിന്നു. ഭ്രമം. 2 പേർക്കും കൂടി ഒരു പെണ്ണ്. വംശനാശം കൃത്യമായി നടക്കും. അരക്കെട്ട് പൊങ്ങാത്ത ഒരു പെണ്ണ് ഗർഭം ധരിച്ചാൽ എന്താ സ്ഥിതിയെന്ന് അറിയോ നായരെ? ഉറുമ്പായി അനന്തൻ നായരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് മുൻപിലേക്ക് വീണ ഒരു കോലൻ മുടി പിന്നിലേക്ക് മറിച്ചിട്ടു. സാർ, ശാസ്ത്രം വളർന്നു. പുരുഷന്റെ ബീജം മതി. ഗർഭപാത്രം കടം കിട്ടും. ആർദ്രയുടെ സൗന്ദര്യം മാത്രമല്ല താങ്കളുടെ ചെറുമക്കൾ ഉദ്ദേശിക്കുന്നത്. ലോകസുന്ദരികൾ അവർക്കൊപ്പം കിടപ്പറ പങ്കിടാൻ തയ്യാറാണ്. വികലാംഗ സേവനത്തിന്റെ ഒരു പത്മശ്രീയാണ് അവർ 2 ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോകം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. നമ്മുടെ വാർത്താ ചാനലുകൾക്ക് തന്നെ ഇത് ആഘോഷമാക്കി ലോകം മുഴുവൻ അറിയിക്കും. ഈ ഭാരതത്തിലെ സകല വികലാംഗർക്കും ഒരു വീൽ ചെയർ സൗജന്യമായി കൊടുക്കാൻ ഒരു ചാപ്റ്റർ തുടങ്ങാനും ഈ വിവരം താങ്കളെ അറിയിക്കാനും എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്.
അനന്തൻ നായർ ഒരു വലിയ കടമ്പ കടന്നതുപോലെ നിന്നു. നാഗമ്പടം തറവാട് ലോകശ്രദ്ധയിൽ ഒന്നാമതാകും. അവിടുത്തെ ആർദ്ര എന്ന പെണ്ണും ചിരഞ്ജീവിയാ അവൾ. കുറെ കാലം പണി ചെയ്തു മടുത്തു ഞാൻ അവിടെ വിട്ടിറങ്ങി. പലപ്പോഴും കണക്കുകൾ കൂട്ടി മടങ്ങിച്ചെന്നു. തന്ത്രങ്ങളും മന്ത്രങ്ങളും മെനഞ്ഞു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ആവും. വാർദ്ധക്യം ശരീരത്തിന്റെ പുറത്തേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ കൊന്നു തള്ളി ഞാൻ. അന്ന് തൊട്ടിലിൽ ഞരങ്ങുന്ന വെളുത്ത പുഴു ആർദ്ര. വെട്ടി കഷ്ണമാക്കാൻ വാളോങ്ങിയതാ. കാലം തടുത്തു എന്ന് പറയുന്നതാവും ശരി. എടുത്ത് തല ചിതറിപ്പോകാൻ കരിങ്കൽ ഭിത്തിയിലേക്ക് എറിഞ്ഞു. അരക്കെട്ട് പൊട്ടി ജീവിച്ചു. നീന്തി കയറി ആ വെളുത്ത പുഴു ആർദ്ര. അനന്തൻ നായരെ. സർ, നാഗമ്പടം കൊട്ടാരത്തിന് ചുറ്റുമുള്ള തേയില കാടുകൾ, അവകാശത്തിന്റെ പേര് പറഞ്ഞ് ആരും വരാനില്ലാത്ത കൊട്ടാരത്തിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഏറെക്കുറെ നമ്മുടെ കയ്യിലാണ്. അത് പോരെന്ന് എനിക്ക് തോന്നി അനന്തൻ നായരെ. അതുകൊണ്ട് ഗുണയുടെയും ഗണയുടെയും ചിന്തകളിൽ ആർദ്രയെ ഉറപ്പിച്ചത് ഞാനാ, ഈ ഉറുമ്പായി. അനന്തൻ നായർ ഞെട്ടി. എന്റെ ചെട്ടിക്കുളങ്ങര ഭഗവതി. അടുത്ത നിമിഷം അനന്തൻ നായരുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. സർ, ഒരു നിമിഷം. അനന്തൻ നായർ മൊബൈൽ ഫോണുമായി മാറി നിന്ന് വിളിച്ചു പതുക്കെ. ഹലോ, അനന്തൻ നായർ സ്പീക്കിംഗ്. അനന്തൻ നായരുടെ മുഖം കറുത്തു. കേൾക്കാനോ പറയാനോ ആവാത്ത അവസ്ഥ. ഒരു നിമിഷം അയാൾ നിശ്ചലനായി നിന്നു. ഉറുമ്പായിയെ നോക്കി. ഉറുമ്പായി ഇരുളിൽ ഒരു ഭീകര നിഴല് പോലെ ഇരിക്കുന്നു. മെല്ലെ നടന്ന് അനന്തൻ നായർ ഉറുമ്പായിയുടെ അടുത്തേക്ക് വന്നു. നിശ്ചലനായി നിന്നു. എന്താ നായരെ വാർത്ത? ഗുണയും ഗണയും സഞ്ചരിച്ചിരുന്ന നമ്മുടെ വിമാനം ഇന്ധനം തീർന്ന് നിലത്ത് വീണത്രേ. ഉറുമ്പായി വാർത്ത കേട്ട് ഞെട്ടിയില്ല. വീണത് നാഗമ്പടം കൊട്ടാരത്തിന്റെ അതിർത്തിയിലാവാം എന്ന് സംശയം. കനത്ത മഴ കാരണം അവിടേക്ക് പോകാൻ കഴിയില്ല. നദി കര കവിഞ്ഞിരിക്കുന്നു. കൊന്നു അവരെന്റെ മക്കളെ അല്ലേ? ഉറുമ്പായി പതറാതെ എഴുന്നേറ്റു. വിമാനം വീണത് നാഗമ്പടം കൊട്ടാരത്തിന്റെ അതിർത്തിയിൽ. നായരെ, ആ വാക്കുകൾ നീ ചെന്ന് ചുവന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എയർപോർട്ടിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ അവർ പറന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കണം. വിമാനത്താവളത്തിന് മുകളിൽ താഴേക്ക് ഇറങ്ങാൻ ഗ്രീൻ സിഗ്നൽ കാത്ത് ആകാശത്ത് വട്ടം കറങ്ങിയ എന്റെ കുട്ടികളുടെ വിമാനം 300 കിലോമീറ്റർ അകലെ തകർന്നു വീണെന്ന് ഞാൻ വിശ്വസിക്കണം. കയ്യിലിരുന്ന വടി നിലത്തിട്ട് അയാൾ ബലിഷ്ഠമായ കൈകൾ കസേരയിൽ ഊന്നി നിന്നു. അനുസരണയില്ലാത്ത അയാളുടെ കോലൻ മുടികൾ മുഖത്തേക്ക് വീണ് അയാളുടെ മുഖം മറച്ചു. അപ്പോഴും ഇരുട്ടിൽ അനന്തൻ നായർ കണ്ടു ഉറുമ്പായുടെ കൺപോളകളിൽ ചോര നിറഞ്ഞ് തുടുത്തിരിക്കുന്നത്. ഇരുട്ട് പലതും മറയ്ക്കും. അനുഭവങ്ങൾ അഗ്നിയാണ്. അത് മനുഷ്യനെ ചാരമാക്കും. മറയ്ക്കുന്നത് പലതും പിന്നീട് വെളിച്ചത്തിൽ പുറത്തുവരും. അനന്തൻ നായരുടെ മനസ്സ് അയാളോട് തന്നെ അത് മന്ത്രിച്ചുകൊണ്ടിരുന്നു. കാലം കരിക്കട്ട കൊണ്ടെഴുതുന്ന കറുത്ത കഥകൾ, വിശ്വസിക്കാനാവാത്ത അനുഭവങ്ങൾ, ഇനിയും കത്തി ചാരമാകാത്ത അനുഭവങ്ങൾ. നാഗമ്പടം കൊട്ടാരത്തിന്റെ ചുറ്റുമുള്ള തേയിലക്കാടുകളുടെ തെക്ക് വടക്ക് ചതുപ്പ് പ്രദേശമാണ്. മനുഷ്യന്റെ ചോരയ്ക്ക് ദാഹിക്കുന്ന മുതലകളുടെയും അധർമ്മ സർപ്പങ്ങളുടെയും ഒരു പ്രദേശം. ഇലപൊഴിഞ്ഞ മഴക്കാടുകളും കൂർത്ത മുള്ളുകളുടെ ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട ചോരച്ചെടികളും തഴച്ചു വളരുന്ന കുന്നിൻ ചെരുവാണ് ചതുപ്പിനപ്പുറത്ത്. അവിടെയാണ് ഗുണയുടെയും ഗണയുടെയും 4 പേർക്കിരിക്കാവുന്ന സ്വകാര്യ വിമാനം തകർന്നു വീണിരിക്കുന്നത്. നാഗമ്പടം കൊട്ടാരത്തിന്റെ ഇടനാഴികൾ കടന്നു ചെന്നാൽ സാലഭഞ്ചികകൾ കാവൽ നിൽക്കുന്ന ഒരു ഹോമപ്പുര കാണാം. പുകഞ്ഞു തീരുന്ന ഹോമാഗ്നിക്ക് മുന്നിൽ ആർദ്ര ഇരിക്കുന്നു. ഗൗതമൻ ആർദ്രയുടെ അഘോരക്രിയയ്ക്ക് സാക്ഷിയായി നിൽക്കുന്നു. ഗൗതമനിൽ ഇപ്പോൾ മറ്റൊന്നുമില്ല. ആർദ്രയെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, ആർദ്രയുടെ വിശ്വസ്തനായ അടിമയായി ജീവിച്ച് മരിക്കുക എന്ന ചിന്ത മാത്രമായിരിക്കുന്നു. ആർദ്രയെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പുരുഷ ജന്മം മാത്രമായി തീർന്നിരിക്കുന്നു ഗൗതമൻ. ഗൗതമ, ആർദ്ര വിളിച്ചു. ഗൗതമൻ അടുത്തേക്ക് നീങ്ങി ചെന്നിരുന്നപ്പോൾ പുകയുന്ന അഗ്നിയിൽ ചോരയുടെ നിറം കണ്ടു. ഏതോ ശത്രു വരയിൽ വീണിരിക്കുന്നു, ഗൗതമൻ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ അതിർത്തിയിൽ ഒരു വിമാനം തകർന്നു വീണിരിക്കുന്നു. അതിൽ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന 2 വരന്മാരുണ്ട്. ചതുപ്പിൽ വീണ വിമാനം 3 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ഈ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതിനു മുൻപ് അവരെ രക്ഷിച്ച് നീ ഇവിടെ കൊണ്ടുവരണം. ആർദ്ര പറഞ്ഞു. അപ്പോൾ ഗണയും ഗുണയും അവരെക്കുറിച്ചാണോ നീ പറയുന്നത്? ഗൗതമൻ ചോദിച്ചു. അതെ,
അവർക്കൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു, മെർലിൻ. വില കൂടിയ നിശാ ക്ലബ്ബുകളിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റുള്ള നിശാസുന്ദരി. ഒറീസക്കാരിയാണവൾ. കൽക്കരി ഖനിയുടെ അധിപനായ ഒരു ഖനി രാജാവിന്റെ മകൾ. വൈധവ്യ ദോഷം. 14-ാമത്തെ വയസ്സിൽ അപ്പനെ വിഷം കൊടുത്തു കൊന്ന മകൾ. കൊടും ആഭിചാര പൂജ കൊണ്ട് അവൾ അവളുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കും. അവൾ ഒരു നേരമേ ഭക്ഷണം കഴിക്കൂ. യോഗിനി. പുരുഷ ബീജങ്ങളെ ഇണചേരുമ്പോൾ കരിച്ചു കളയുന്ന ക്രൂരകർമ്മങ്ങൾ സ്വായത്തമാക്കി പുരുഷന്മാരെ വശീകരിച്ച് നശിപ്പിക്കുന്ന ഒരു മനുഷ്യ പെൺജന്മം, മെർലിൻ. അവളുടെ ശരിക്കുള്ള പേര് എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗുണയുടെയും ഗണയുടെയും വലയിൽ അവൾ പെട്ടതും അവർക്ക് വേണ്ടി ചാരപ്പണി ചെയ്തതും എന്തിനെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആർദ്ര, നീ ഇത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നോടത് മറയ്ക്കുന്നു. എന്തിന്? ആർദ്ര ചിരിച്ചു. നിന്റെ ബുദ്ധി അറിയാൻ. നിനക്ക് എന്നെ അറിയില്ലേ ഇപ്പോഴും? നിന്നെ എനിക്ക് മാത്രമേ അറിയൂ ഗൗതമൻ. ഇത് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ പെണ്ണല്ലേ. പുരുഷന്മാരെ വിശ്വസിക്കാൻ ഞങ്ങളുടെ വർഗത്തിന് ആവില്ല. കാരണം പുരുഷന് കാമം, ക്രോധം, മോഹം എന്നീ ഭൗതിക ചിന്തകളിൽ നിന്ന് പെട്ടെന്ന് മോചനം നേടാൻ ആവില്ല. മനസ്സ് നിയന്ത്രിക്കാൻ അവർ ഏറെ ബുദ്ധിമുട്ടും. സാഹചര്യം അവനെ എപ്പോഴും മൃഗമാക്കും. പെണ്ണ് അങ്ങനെയല്ല, ചുരുക്കം ചില പെണ്ണുങ്ങൾ ഒഴിച്ച്. എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നില്ല ആർദ്ര. അത് കേട്ട് കയ്യിലിരുന്ന ശ്മശാന ഭസ്മം ഹോമത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആർദ്ര ചിരിച്ചു. പെട്ടെന്നവൾ ചിരി നിർത്തിയിട്ട് പറഞ്ഞു, ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഭൗതിക സുഖങ്ങൾ അവരുടെ സമനില തെറ്റിക്കും. പക്ഷേ നല്ല ശതമാനം പെണ്ണുങ്ങളും യാതനകൾ സഹിച്ച് പുരുഷനെ സ്നേഹിക്കാൻ ശ്രമിക്കും. ഗൗതമനിൽ നിന്ന് ഒരു നിശ്വാസം അടർന്നു വീണ് ഹോമാഗ്നിയിൽ ലയിച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ ഏതോ മന്ത്രങ്ങൾ ചൊല്ലി ആർദ്ര അഗ്നിയിലേക്ക് ചമത വലിച്ചെറിയുന്നു. പിന്നെ നിശ്ചലയായി കണ്ണടച്ചിരിക്കുന്നു. ഗൗതമൻ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. ആർദ്രയുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയുന്നു. സർപ്പങ്ങൾ ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം വരുന്നു. അമ്മേ! ഗൗതമൻ അറിയാതെ വിളിച്ചുപോയി. ആർദ്ര ആഭിചാരത്തിന്റെ കൊടുമുടിയിലാണ്. ഹോമത്തിൽ നിന്ന് ഒരു പിടി കനൽക്കട്ട കയ്യിലേക്ക് വാരി നെഞ്ചോട് ചേർത്തു ആർദ്ര. ഗൗതം, ആർദ്ര, ഞാനിവിടെ നിന്റെ അടുത്ത്. ഉറുമ്പായ മന്നാടിയാർ ചതിയൻ. മെർലിൻ ഉറുമ്പായുടെ ചാരയാണ്. ഗണയെയും ഗുണയെയും നമ്മുടെ അതിർത്തിയിലേക്ക് വിമാനം പറത്താൻ പ്രേരിപ്പിച്ചത് മെർലിനാണ്. എന്തിന്? ഗൗതമന്റെ അറിയാത്ത ചോദ്യം. ചിരിച്ചു ആർദ്ര. ഉറുമ്പായി മന്നാടിയാർ. കണക്കുകൾ പ്രപഞ്ചം അയാൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. നമ്മുടെ അതിർത്തിയിൽ വിമാനം തകർന്നു വീഴാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷെ വീണത് ചതുപ്പിലായിപ്പോയി. മെർലിൻ മരിച്ചിട്ടുണ്ടാവും. ഗണയും ഗുണയും മരണത്തിന്റെ നിഴല് കണ്ട് കിടക്കുകയാകും. അവരെ കൊന്നിട്ട് ഉറുമ്പായിക്ക് എന്ത് നേട്ടമാണ് ആർദ്രെ? ഗൗതം, നീ മണ്ടത്തരം ചോദിക്കാതിരിക്കൂ. ഗുണയെയും ഗണയെയും ഞാനുമായി കൂട്ടിമുട്ടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉറുമ്പായ മന്നാടിയാർക്കുള്ളത്. അതിനുള്ള വഴി ഇത്തിരി കടന്നുപോയെന്ന് മാത്രം. ഗണയുടെയും ഗുണയുടെയും ജാതകപ്രകാരം തീയിലിട്ട് ചുട്ടെടുത്താലും അവർ മരിക്കില്ല. ഉറുമ്പായി കാലത്തെ വെല്ലുന്ന മാന്ത്രികനാണെന്ന സത്യം നിനക്ക് അറിയില്ല. അറിയാം. എന്നാൽ ചെല്ല്. നിനക്ക് ശക്തിക്ക് ഞാൻ ഇവിടെ നിഴൽക്രിയ പൂജ നടത്താം. പുറത്ത് കനത്ത മഴയാണ്. ദൈ ചുവന്ന പട്ട് നീ അരയിൽ കെട്ടിക്കോളൂ. വിമാനം പൂർണ്ണമായും ചതുപ്പിൽ താഴുന്നതിന് മുൻപ് നീ അവിടെ എത്തണം. ദേ അഗ്നിയിലേക്ക് നോക്ക്. ആർദ്ര അഗ്നിയിലേക്ക് ഒരു പിടി കുന്തിരിക്കപ്പൊടി വാരിയെറിഞ്ഞ് ചൂണ്ടുവിരൽ കൊണ്ട് ഒരു വൃത്തം വരച്ചു. അപ്പോൾ അവിടെ കണ്ടു ചതുപ്പിൽ തകർന്നു കിടക്കുന്ന വിമാനം. ഗുണയും ഗണയും വന്ന ചെറു വിമാനം. ഗൗതമൻ, വിമാനം നിലത്ത് വീഴുന്നതിന് മുൻപ് അവർ പുറത്ത് ചാടിയിട്ടുണ്ട്. മെർലിൻ മരിച്ചിട്ടുണ്ടാവും. ചെല്ല്, നീ പോയി അവരെ എടുത്തു വരൂ. ഇടത്തെ കയ്യിലിരുന്ന അഗ്നി ഗൗതമന്റെ നേരെ വലിച്ചെറിഞ്ഞു ആർദ്ര. അത് പൂക്കൾ പോലെ നിലത്ത് വീണു, പുകഞ്ഞു. അച്ചടക്കവും അനുസരണയുമുള്ള കുട്ടിയെപ്പോലെ ഗൗതമൻ എഴുന്നേറ്റു. അഗ്നിയെ വലം വെച്ച് തൊഴുതു ആർദ്രയെയും. പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ ആർദ്ര വിളിച്ചു, ഗൗതമ. തിരിഞ്ഞു നോക്കാതെ ഗൗതമൻ നിന്നു. തെക്കിനിയിലിരിക്കുന്ന ആ ഇരുമ്പ് കുന്തം കൂടി എടുത്തോളൂ. ചിലപ്പോൾ മൃഗങ്ങൾ നിന്നെ ആക്രമിച്ചേക്കാം. ഗൗതമൻ നേരെ ചെന്ന് കുന്തം കയ്യിലെടുത്ത് നടന്നു. ഗൗതമൻ പൂർണ്ണമായും ആർദ്രയാണ് എന്ന് വിശ്വസിക്കുന്ന അമൃതവല്ലിയുടെ പിടിയിലാണ്. 2 ആത്മാക്കൾ ഒന്നു ചേർന്ന ശക്തി, 2 ജന്മങ്ങൾ, പ്രതികാരദാഹിയായി ഒന്നു ചേർന്ന ശക്തി. ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു ശക്തിക്കും ഉന്മൂലനം ചെയ്യാൻ പറ്റാത്ത അപാര ശക്തി. പുറത്ത് ഒരു കൊടുങ്കാറ്റൂതി.
നാഗമ്പടം കൊട്ടാരത്തിന്റെ ഒരു വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഗൗതമൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അപ്പോൾ വീണ മിന്നൽ വെളിച്ചത്തിൽ ഗൗതമൻ കണ്ട കാഴ്ച. നാവ് ചലിക്കാനാവാതെ, ശരീരം ചലിക്കാനാവാതെ നിന്നു ഗൗതമൻ എന്ന ആർദ്രയുടെ ജീവന്റെ ജീവനായ മഹാമാന്ത്രികൻ. നാഗമ്പടം കൊട്ടാരത്തിന്റെ മുറ്റത്ത് മഴയിൽ കുതിർന്നു കിടക്കുന്നു രണ്ട് ചെറുപ്പക്കാർ. പെട്ടെന്ന് പിന്നിൽ വീൽ ചെയറിന്റെ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കാനായില്ല. ഗൗതമൻ, നിന്നെ അത്ഭുതപ്പെടുത്തുമ്പോൾ എനിക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്നു. സംശയിക്കണ്ട, ആ കിടക്കുന്നത് എന്റെ വരന്മാരാണ്. ഉറുമ്പായി മന്നാടിയാരുടെ ചെറുമക്കൾ, ഗുണയും ഗണയും. ആർദ്ര, നിന്റെ കർമ്മങ്ങൾ പിന്നെ നിനക്ക് നൽകുന്ന ദുരന്തം എന്താണെന്ന് അറിയൂ? ഗൗതമൻ ചോദിച്ചു. ചിരിച്ചു ആർദ്ര. ദുരന്തം? ദുരന്തങ്ങളിൽ ജനിച്ചു വളർന്ന എനിക്കിനി എന്ത് ശാസ്ത്രം? വിമാനത്തിനുള്ളിൽ വഴിതെളിക്കുന്ന വെളിച്ചം കൊടുക്കുന്നു. ഞാൻ മന്ത്രങ്ങൾ കൊണ്ട് ആ വെളിച്ചം മായ്ച്ചു കളയുന്നു. മെർലിന്റെ ചിന്തയിൽ കൊടും ശിഥില ചിന്തകൾ കടത്തിവിടുന്നത് ഞാനാണ്. ഈ മുറ്റത്ത് കിടക്കുന്ന ഗുണയുടെയും ഗണയുടെയും സ്വപ്നങ്ങളിൽ ഒരു മാലാഖയായി പറന്നു ചെന്നതും ഞാനാണ്. ഗൗതം, നീ ഇവിടേക്ക് നോക്ക്. ഗൗതമൻ മെല്ലെ തിരിഞ്ഞ് ആർദ്രയെ നോക്കി. അതിസുന്ദരിയായ ഒരു അപ്സരസിനെ പോലെ അവൾ വീൽ ചെയറിൽ ഇരിക്കുന്നു. എന്തൊരു സർപ്പ സൗന്ദര്യമാണ് ഇവൾക്ക്! ചോര തുളിക്കുന്ന ചുണ്ടുകൾ നനയുന്നു. വശ്യമായ ഒരു നോട്ടത്തോടെ ആർദ്ര പറഞ്ഞു. ഗൗതമൻ, പുറത്തു കിടക്കുന്ന കോടീശ്വരന്മാരെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തൂ. അവരുടെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയത് ധരിപ്പിക്കൂ. പുതിയ വസ്ത്രങ്ങൾ എവിടെ? ഗൗതമൻ ചോദിച്ചു. നാഗമ്പടം കൊട്ടാരത്തിന്റെ അതിഥി മന്ദിര മുറിയിൽ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ ഉണ്ടാകും. 2 പുരുഷന്മാർക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ഈ നാഗമ്പടം കൊട്ടാരത്തിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഗൗതം, നേരം കളയണ്ട. ഇനിയും നിനക്ക് എന്നിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അവരെ നീ എടുത്ത് അകത്തേക്ക് വന്നോളൂ. ആർദ്ര വീൽ ചെയർ തിരിച്ച് അകത്തേക്ക് പോയി. നാഗമ്പടം കൊട്ടാരത്തിന്റെ വാതിൽപ്പാളിയിൽ പിടിച്ച് ഗൗതമൻ അങ്ങനെ നിന്നു. ഒന്നിനും ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളുമില്ല. മണ്ണിൽ കിടക്കുന്ന ഗണയുടെയും ഗുണയുടെയും അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. ശ്വാസം പരിശോധിച്ചു. ശരീരത്തിൽ ഒരു മുറിപ്പാട് പോലുമില്ല. മയക്കത്തിലാണ്ട് കിടക്കുന്നത് പോലെ 2 സുന്ദരന്മാർ. ഉറുമ്പായി വ്യവസായത്തിലെ ചോരയും നീരുമായ 2 പേർ. ചതുപ്പിൽ തകർന്നു വീണിട്ട് ഏതോ അദൃശ്യ ശക്തിയാൽ നാഗമ്പടം കൊട്ടാരത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ഗണയെ പൊക്കിയെടുത്ത് അകത്തേക്ക് നടന്നു. ആർദ്ര തൂണുകൾക്ക് മറവിൽ അഭിമാനത്തോടെ അത് നോക്കി നിന്നു. മൊബൈൽ വ്യവസായത്തിന്റെ നാഡീ ഞരമ്പുകളായ 2 പേർ. സാറ്റലൈറ്റിന്റെ ഊർജത്തെ വകഞ്ഞുമാറ്റി അദൃശ്യ സാമീപ്യ ശക്തികളുടെ ഊർജം കൊണ്ട് ഒരു വിമാനത്തിന്റെ ഗതിമാറ്റിയ തന്റെ മന്ത്രങ്ങൾ. ഗണയുടെയും ഗുണയുടെയും ശവം തേടി ഉറുമ്പായിയുടെ അംഗരക്ഷകരും പോലീസും വരും. വാർത്താ ചാനലുകൾ ഗണയ്ക്കും ഗുണയ്ക്കും വീരപരിവേഷം നൽകും. അവർ വിവാഹം കഴിക്കാനിരുന്ന അരക്കെട്ട് തകർന്ന ആർദ്രയുടെ സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കും. എന്റെ ചരിത്രം ലോകം അറിയും. ആർദ്ര കിതയ്ക്കുന്നു അമൃതവല്ലിയുടെ ശക്തിയോടെ. ഗണയെ അകത്ത് കിടത്തി മടങ്ങി വന്ന ഗൗതമൻ മുറ്റത്തുനിന്ന് ഗുണയെ തിരഞ്ഞു. കണ്ടില്ല. ഗുണയെ കാണുന്നില്ല. ഓടി ആർദ്രയുടെ അടുത്തേക്ക് വന്ന് ഭീതിയോടെ പറഞ്ഞു. ആർദ്ര, ഒരാളെ കാണുന്നില്ല. ആർദ്ര ചിരിച്ചു. കാണുന്നതും കാണാതാകുന്നതും നീ പറയുന്ന പ്രപഞ്ചശക്തി. ഗൗതമൻ, നീ അകത്തേക്ക് എടുത്തുകൊണ്ട് പോയവൻ ഉറുമ്പായിയുടെ ചെറുമക്കളിൽ 2ാമനാണ് ഗണ. ബുദ്ധിരാക്ഷസനാണവൻ. മനസ്സിന് കരരുമ്പിന്റെ കട്ടിയുള്ളവൻ. ഇണചേരുന്ന പെണ്ണുങ്ങളോട് പോലും മിണ്ടാത്തവൻ. പണത്തിനപ്പുറം അവന് ലോകമില്ല. അവൻ അവിടെ കിടക്കട്ടെ. ഉണരുമ്പോൾ അവന് പലതും ഓർമ്മയുണ്ടാവില്ല. പിന്നിൽ ആരോ നടന്നു വരുന്നു. പാദചലനം കേട്ട് ഗൗതമൻ തിരിഞ്ഞു നോക്കി. ബാരിസ്റ്റർ ബാലഗോപാൽ നിൽക്കുന്നു, ഒരപരിചിതനെ പോലെ. ആർദ്ര, ഗുണയെ ഞാൻ നാഗമ്പടം കൊട്ടാരത്തിന്റെ മേൽപ്പുരയിലാക്കി. വൃത്തിയാക്കി കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഒന്ന് നന്നായി ഉറക്കിയെടുത്താൽ എല്ലാം ഉത്തമത്തിൽ തീരും. ബോധം ഇനിയും തെളിഞ്ഞിട്ടില്ല. ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ശരീരത്തിൽ ഒരു പോറല് പോലുമില്ല. ബാരിസ്റ്റർ, താങ്കൾക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരിക്കലും പിരിയാത്ത 2 പേർ പരസ്പരം അറിയാതെ ഈ കൊട്ടാരത്തിന്റെ 2 മുറികളിലായി താമസിക്കും. ഞാൻ പറയുന്നത് വരെ ഒരു കാരണവശാലും ഇവർ പരസ്പരം കാണരുത്. ശരി മാഡം. അവർ പരസ്പരം കാണാതിരിക്കാൻ അവരുടെ ചിന്തകളും തിരിച്ചുവിട്ടേ മതിയാകൂ. ആർദ്ര അതിന് മറുപടി പറഞ്ഞില്ല. താടിക്ക് കൈകൊടുത്ത് അവൾ എന്തോ ആലോചിച്ച് ഇരുന്നു. ബാരിസ്റ്റർ കിഴവൻ നടന്നുപോയി, ഒന്നും അറിയാത്ത പോലെ.
ആർദ്ര വീൽചെയർ ഉരുട്ടി ഗൗതമന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈപ്പത്തിയിൽ പിടിച്ചു. എന്നിട്ട് സ്നേഹവായ്പോടെ തലോടി. അവന്റെ കൈപ്പത്തിയിലെ 6-ാം വിരലിൽ മെല്ലെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഗൗതം, നീ പാവമാണ്, എനിക്കറിയാം. ആർദ്ര ഗൗതമന്റെ വിരലുകൾ ശ്രദ്ധിച്ചു. അവൾ ഉള്ളുകൊണ്ട് ഒന്ന് മന്ദഹസിച്ചു. പൂർവജന്മ ഓർമ്മകളും തലമുറകളുടെ ഓർമ്മകളും മറച്ച ഗൗതമന്റെ കയ്യിൽ നിന്ന് ഓർമ്മകൾ ഉണർത്തി ശക്തി കൊടുക്കുന്ന അമ്മ കൊടുത്ത നാഗമോതിരം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെന്ന് ഇപ്പോഴും ഗൗതമന് മനസ്സിലായിട്ടില്ല. ഇവന്റെ മുൻപിൽ ഞാൻ അവന്റെ അരക്കെട്ട് തകർന്ന അവന്റെ പ്രാണനായ ആർദ്രയാണ്. അങ്ങനെയേ അവന് കാണാൻ കഴിയൂ. ആർദ്ര, ഗൗതമൻ വിളിച്ചു. വിമാനം തകർന്നു വീണെടുത്ത് ഉറുമ്പായി മന്നാടിയാർ ഗുണയുടെയും ഗണയുടെയും ശവം തിരക്കും. അത് മുങ്ങിയെടുക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഗൗതം, അതിനെക്കുറിച്ച് നീ പേടിക്കേണ്ട. അവരുടെ വസ്ത്രങ്ങൾ നീ ആ ചതുപ്പിൽ കുത്തിത്താഴ്ത്തി ഇട്ടോളൂ. അവരെ വിശ്വസിപ്പിക്കാൻ, അങ്ങോട്ട് മനുഷ്യൻ കടക്കാതിരിക്കാൻ. മുതലകൾക്ക് ഇണചേരാനുള്ള ഒരുതരം ഔഷധം ഞാൻ ആ ചതുപ്പിൽ നിറയ്ക്കും. നിനക്കറിയോ, ചതുപ്പിൽ വീണ ആ പെണ്ണ് മെർലിൻ എപ്പോഴേ മുതലകൾക്ക് ഭക്ഷണമായി കഴിഞ്ഞു. മനുഷ്യനെ കടന്നാക്രമിക്കുന്ന ഭീകരജീവികളാണവ. പണ്ടുകാലത്ത് അമൃതപുരി രാജ്യത്തിലെ കടൽ കൊള്ളക്കാരെയും ക്രൂരന്മാരെയും ജീവനോടെ മുതലകൾക്ക് എറിഞ്ഞു കൊടുത്തിരുന്നു. മനുഷ്യമാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന മുതലകളാണ് ഇപ്പോഴും അവിടെയുള്ളത്. ഉറുമ്പായിക്ക് അതറിയാം. നിനക്ക് അവിടെ പോകാൻ പേടിയുണ്ടോ ഗൗതം? ആർദ്ര ചോദിച്ചു. ഇല്ല, ഗൗതമൻ ഉറപ്പോടെ പറഞ്ഞു. എന്തുകൊണ്ട്? ആർദ്ര സംശയത്തോടെ ചോദിച്ചു. അരക്കെട്ടിന് താഴെ തളർന്ന ആർദ്ര അവിടെ പോയി ഇവരെ ഈ മുറ്റത്ത് കൊണ്ട് വന്നതുകൊണ്ട്. ഗൗതം, ആർദ്ര അലറുകയായിരുന്നു. നീ എന്താ പറഞ്ഞത്? ആർദ്രയുടെ കൈപ്പത്തിയിൽ നിന്ന് തന്റെ വിരലുകൾ പിൻവലിച്ച് ഗൗതമൻ മുന്നോട്ട് നടന്നു നിന്നു. ആർദ്ര ഒരു നിമിഷം താടിക്ക് കൈകൊടുത്ത് നിലത്തേക്ക് നോക്കിയിരുന്നു. അപ്പോൾ അവളുടെ മനസ്സ് മന്ത്രിച്ചു. ഗൗതമനെ തന്റെ നിയന്ത്രണത്തിലാക്കി അവന്റെ ചിന്തയെ തന്റെ ഗതികൾക്ക് ഉള്ളിലാക്കി. പക്ഷേ ഗൗതമൻ മന്ത്രതന്ത്ര നിഗൂഢ സത്യങ്ങൾ ഒരിക്കൽ ആവാഹിച്ചു കയറ്റിയ തലച്ചോറാണ് ഗൗതമന്റേത്. ഏതു നിമിഷവും അതിന്റെ ശക്തി കൂടാം. തന്റെ മന്ത്രശക്തി ക്ഷയിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ അമൃതവല്ലിയും കൂടിയാണെന്ന യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയും. പാടില്ലത്. ആർദ്ര ഭാവം മാറ്റി ഗൗതമൻ നിൽക്കുന്നിടത്തേക്ക് വീൽചെയറിൽ ചെന്നു മെല്ലെ വിളിച്ചു. ഗൗതം. ഗൗതമൻ വിളി കേട്ടില്ല. ഗൗതം, നീ എന്നോട് പിണങ്ങരുത്. എനിക്ക് അത് താങ്ങാനാവില്ല. ആർദ്ര, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ മണ്ടനല്ല. എത്ര മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് നീ എന്നെ തളച്ചിട്ടാലും ജന്മം കൊണ്ട ഗർഭാശയത്തിന്റെ ശക്തി എന്നിലുണ്ടാകും. ജന്മം ഉപേക്ഷിക്കാൻ തയ്യാറായി വന്നവനാണ് ഞാൻ. അതുകൊണ്ട് മരണം എൻ്റെ ഹൃദയസ്പന്ദനമായിട്ട് ഞാൻ കാണും. കാലം നിന്നോട് ചെയ്ത ക്രൂരതകൾക്ക് നീ കണക്ക് തീർത്തോളൂ. പക്ഷേ അത് പ്രപഞ്ച നിയമങ്ങൾ മറികടന്ന് ആകുന്നത്. ഗൗതമൻ തിരിഞ്ഞു നടന്നു. ആർദ്ര പറയുന്നത് അത് എന്തായാലും കേൾക്കാൻ നിൽക്കാതെ. മാഡം ആർദ്ര. ബാരിസ്റ്റർ കിഴവന്റെ സ്വരം. തിരിഞ്ഞു നോക്കാതെ ആർദ്ര ചോദിച്ചു. എന്താ ബാരിസ്റ്റർ? ചുറ്റും നോക്കി ബാരിസ്റ്റർ. എന്നിട്ട് ആർദ്രയുടെ അടുക്കലേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു. ടെലിവിഷനിൽ ഉറുമ്പായി മന്നാടിയാരുടെ ചെറുമക്കളുടെ മരണം വിസ്തരിച്ച് കാണിക്കുന്നു. മരണം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും നാഗപടം കൊട്ടാരത്തിന്റെ ചതുപ്പ് പ്രദേശത്തേക്ക് മിലിറ്ററി സേന വരുന്നുണ്ടെന്നും. ബാരിസ്റ്റർ. ആർദ്ര നീട്ടി വിളിച്ചു. ആർദ്ര മാഡം. പിന്നെ എന്താണ് അവർ പറയുന്നതെന്ന് നീ ശ്രദ്ധിച്ചു കേട്ടോ? കേട്ടു. കാണിച്ച വാർത്തയും ദൃശ്യങ്ങളും തന്നെ അവർ വീണ്ടും വീണ്ടും കാണിക്കുന്നു. അവർക്കൊപ്പം ഉണ്ടായിരുന്ന മെർലിൻ എന്ന സ്ത്രീയെക്കുറിച്ചാണ് കൂടുതൽ വാർത്ത. അവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഉറുമ്പായി വിളിച്ചിരുന്നു. അവസാനമായി യാത്ര പറഞ്ഞത്രേ. ബാരിസ്റ്റർ, ഇതൊക്കെ ആ ഉറുമ്പായി കിഴവൻ ഉണ്ടാക്കുന്ന കെട്ടുകഥകളാണ്. നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്തോളൂ. ഗുണയെ നല്ലവണ്ണം നോക്കുക. ലോകത്തിന്റെ മറ്റൊരു വാർത്തയും അറിയിക്കാതെ. ബാരിസ്റ്റർ ബാലഗോപാലൻ തിരിഞ്ഞു നടന്നു. അപ്പോൾ ആർദ്ര വിളിച്ചു. ബാരിസ്റ്റർ. ബാരിസ്റ്റർ നിന്നു. ഈ കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ എന്തും നിങ്ങൾ എന്നെ അറിയിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാരിസ്റ്റർ തലകുനിച്ച് ആർദ്ര പറഞ്ഞത് സ്വാഗതം ചെയ്ത് നടന്നു പോയി. ആർദ്ര ജനാലയ്ക്കരികിലേക്ക് ചെന്ന് പുറത്ത് തേയിലക്കാട്ടിലേക്ക് നോക്കി.
ചുവരിൽ തൂക്കിയിരുന്ന ബൈനോക്കുലർ കയ്യിലെടുത്ത് ഇരുട്ടിലൂടെ നോക്കുമ്പോൾ ദൂരെ ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ പാലം കണ്ടു. ഒരു കാലത്ത് തേയിലക്കാടുകളിലൂടെ ബ്രിട്ടീഷുകാർ ഓടിച്ചുപോയ കൽക്കരി തീവണ്ടിയുടെ സ്മരണ ഉണർത്തി റെയിൽ പാളം കടന്നു പോകും. കരിങ്കൽ പാലം പാറ തുളച്ചു പോകുന്ന പാലം കടക്കാതെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് ചതുപ്പ് പ്രദേശത്തേക്ക് എത്താൻ കഴിയില്ല. നിമിഷങ്ങൾ, അത് മിനിറ്റുകളും മണിക്കൂറുകളുമാകുന്നു. ആർദ്ര മയങ്ങിക്കിടക്കുമ്പോൾ ദൂരെ വാഹനങ്ങളുടെ ഇരമ്പൽ കേൾക്കുന്നു. ബൂട്ടുകളുടെ കാലച്ച കേൾക്കുന്നു. ദൂരെ നാഗമ്പടത്തിന്റെ ചതുപ്പിലേക്ക് മിലിറ്ററി മാർച്ച് ചെയ്യുന്നു. വ്യോമസേനയുടെ ചിറകുകൾ താഴ്ന്നു പറക്കുന്ന സ്വരം കേൾക്കുന്നു. ആർദ്ര ഞെട്ടി ഉണർന്നു. ആർദ്രയിൽ നിറഞ്ഞു നിൽക്കുന്ന അമൃതവല്ലി ശക്തിയാകുന്നു. പിശാചുകൾക്ക് സ്ഥലകാല ബോധമില്ല. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, ശാസ്ത്രത്തിന്റെ ഭാഷയിൽ സൂപ്പർസോണിക് വേഗം, പ്രകാശത്തേക്കാൾ 10,000 ദശലക്ഷം മടങ്ങ്. മിലിറ്ററി ട്രക്കുകൾ നിരനിരയായി വരുന്നു. മുൻപിൽ ചീഫ് കേണൽ പയസ് റോബിൻസൺ, മനുഷ്യത്വം മരവിച്ച ഈശ്വരൻ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ചെകുത്താൻ. വെടിയുണ്ട നിറച്ച തോക്ക് കയ്യിലെടുത്ത് പയസ് റോബിൻസൺ മുൻപിലേക്ക് നടന്നു. വീൽ ചെയറിൽ ആർദ്ര പിന്തിരിഞ്ഞു ഇരിക്കുന്നു. ശരീരം മുൻപിലായി ഇരിക്കുന്ന ആർദ്ര തലമാത്രം പിന്നിലേക്ക് തിരിച്ച് കേണൽ പയസ് റോബിൻസനെ നോക്കി. അത് കണ്ട റോബിൻസൺ ഭയമില്ലാതെ അടുത്തേക്ക് ചെന്ന് അവളുടെ തലയ്ക്ക് പിന്നിലേക്ക് തോക്ക് ചേർത്ത് പിടിച്ചു. ആര് നീ പിശാചേ എന്ന് ചോദിക്കാനേ ആയുള്ളൂ. ആർദ്രയുടെ തല കഴുത്തിലിരുന്ന് പലവട്ടം കറങ്ങി. കണ്ണടച്ച് പിടിച്ച് കേണൽ ആർദ്രയുടെ കഴുത്തിലേക്ക് തുടർച്ചയായി വെടിയുതിർത്തു. ആർദ്രയുടെ തല കഴുത്തിൽ നിന്ന് തെറിച്ച് ജീർണിച്ച പാലത്തിൽ വീണു. വീൽ ചെയറിൽ ഇരുന്ന ആർദ്രയുടെ തലയില്ലാത്ത ശരീരം പൊക്കിയെടുത്ത് പാലത്തിന്റെ താഴെയിട്ട് ഒരു പ്രതികാരദാഹിയെപ്പോലെ കിതച്ചുകൊണ്ട് ദൂരത്ത് കിടന്ന മിലിറ്ററി ട്രക്കുകൾക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്ത് നിവർന്നു നിന്നു കേണൽ പയസ്. മിലിറ്ററി വാഹനങ്ങൾ നീങ്ങുന്നു. മുൻപിൽ തുറന്ന ജീപ്പിൽ ധീര സൈനികരും. അടുത്ത നിമിഷം ഒരു പൊട്ടിച്ചിരി കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നിന്നു കേണൽ പയസ്. ആർദ്രയുടെ തല പൊട്ടിത്തെറിക്കുന്നു. അഗ്നിഗോളമായി ചിതറുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജീർണിച്ച പാലം രണ്ടായി പിളർന്ന് വീഴുന്നു. പാലത്തിലേക്ക് കയറിയ ഒരു മനുഷ്യ ജന്മത്തെ പോലും ബാക്കി വയ്ക്കാതെ ആർദ്ര പ്രപഞ്ചത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കിതയ്ക്കുന്നു, അടങ്ങാത്ത പകയോടെ. അരക്കെട്ടിൽ ചുവന്ന പട്ട് മുറുക്കിയെടുക്കുമ്പോൾ ഗൗതമൻ ഓർത്തു, മന്ത്രതന്ത്രങ്ങൾ ഒരിക്കൽ താൻ ഉപേക്ഷിച്ചതാണ്. മന്ത്രങ്ങളുടെ ശക്തി ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു പരീക്ഷണ വിദ്യാർത്ഥിയായിരുന്നു താൻ. പക്ഷേ പ്രപഞ്ചം അതിന്റെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മന്ത്രവാദിയെ കൊണ്ടെത്തിക്കും. ഭൂമിയിലെ സാന്നിധ്യങ്ങൾ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും താൻ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ ആർദ്ര, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, നടക്കാൻ ഒന്നിനും അവൾക്ക് ആകില്ല. എന്നിട്ട് അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? ഹിമാലയത്തിലെ തണുപ്പുറയുന്ന ഗുഹാന്തരത്തിൽ വെച്ച് സ്വാമി അവധൂത് ആർദ്രയെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഓർത്തു ഗൗതമൻ. ഗൗതം, ആർദ്ര നമ്മുടെ ചിന്താശക്തികൾക്ക് അപ്പുറത്ത് പ്രതികാരദാഹിയായി നിൽക്കുന്ന ഒരു ജീർണ ശരീരമാണ്. ശരീരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നശിച്ചു പോകുന്നത് എന്നാണ്. പക്ഷേ ചില പ്രത്യേക സമയത്ത്, ചില പ്രത്യേക ഗർഭാശയങ്ങളിൽ പൂർവജന്മത്തിന്റെ അടങ്ങാത്ത പ്രതികാര ചിന്തയും അടങ്ങാത്ത മോഹവുമായി ചില കുഞ്ഞുങ്ങൾ ജനിക്കും. പ്രപഞ്ചം ശുദ്ധീകരിച്ചു വിടുന്ന ചില പ്രേതാത്മാക്കളാണവർ. നമ്മുടെ ആർദ്ര അതിൽ ഒരുവളാണോ സ്വാമി? ഗൗതമൻ ചോദിച്ചു. അതെ, എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണ്. ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്ന, കാണുന്ന പച്ചപ്പടർപ്പുകളിലെല്ലാം കയറി മേയുന്ന നിന്റെ അനുസരണയില്ലാത്ത ജീവിതം. ഒരു നോട്ടം കൊണ്ട് ആർദ്ര തളച്ചിട്ടു. ഈ ഭൂമിയിലെ ഏതൊരു സ്ത്രീയേക്കാളും കാമവും സ്നേഹവും ഭയവും സാന്ത്വനവും ഉള്ളവളാണ് അവൾ. നിനക്ക് അവളെ വേളി കഴിക്കാം, പക്ഷേ അവൾ ചിലപ്പോൾ നിന്നെ കൊല്ലും. അപ്പോൾ അവൾ ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് പറയുക വയ്യ. പലതും നമ്മുടെ യുക്തിക്കും ചിന്തയ്ക്കും അപ്പുറമാണെന്ന് നിനക്ക് അറിയില്ലേ? ഗൗതം, പുറത്തുനിന്ന് ആർദ്രയുടെ വിളി കേൾക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ വീൽ ചെയറിൽ ആർദ്ര ഇരിക്കുന്നു. ആർദ്ര ഗൗതമിന്റെ കടഞ്ഞെടുത്ത രോമാവൃതമായ ശരീരത്തിലേക്ക് ഒന്ന് നോക്കി. പെട്ടെന്ന് അതിൽ നിന്ന് വഴുതിമാറി നോട്ടം പിൻവലിച്ച് ആർദ്ര പറഞ്ഞു, ഗൗതം, നീ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഭൂതകാലത്തിലെ ചില ഓർമ്മകൾ നിന്നെ വല്ലാതെ വേട്ടയാടുന്നു. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ എനിക്ക് വേണ്ടി മരിക്കാൻ വന്നവനാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കളഞ്ഞതാണ്. പക്ഷേ ഞാൻ വെളുപ്പിന് ജപിക്കാനിരുന്നപ്പോൾ മുൻപിലെ ഓട്ടുരുളിയിലെ ചാന്തുവെള്ളത്തിൽ നിന്റെ മുഖം വളരെ അസ്വസ്ഥമായി കണ്ടു.
ഗൗതം വാതിൽപ്പടി കടന്ന് ആർദ്രയുടെ അടുത്തേക്ക് ചെന്നു. അവളെ തൊഴുത് ഒരു നിമിഷം നിന്നു. ആർദ്ര, നിന്നെ കാക്കുന്നത് പ്രപഞ്ചമാണ്. ഈശ്വരന്മാർ ഭൂമി നശിക്കുമ്പോൾ അവതാരങ്ങൾ എടുത്തു വരും ക്രൂരന്മാരെ ഉന്മൂലനം ചെയ്യാൻ. നീ അവതാരമാണ്. ഭൂമിയെയും സൗരയൂഥങ്ങളെയും കാർന്നതെന്ന് ഈ മണ്ണ് നശിപ്പിക്കുന്ന ഏതോ ദുഷ്ടശക്തിയെ വേരോടെ പിഴുതെറിയാൻ വന്ന പ്രപഞ്ചാവതാരം. ഞാൻ നിന്റെ ദാസനാണ്. ഞാൻ നീ പറയുന്നത് മാത്രമേ അനുസരിക്കൂ. ചിലപ്പോൾ എൻ്റെ ചിന്തകൾ എന്നിൽ നിന്ന് വിട്ടുപോകുന്നുവെന്നത് സത്യം തന്നെയാണ്. എന്നാലും ഒടുവിൽ ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങി വരും. ആർദ്രയുടെ മുഖം തിളങ്ങി. അവൾ ഗൗതമന് നേരെ കൈനീട്ടി. ഗൗതം, നീ എന്നെ ഒന്ന് പുണരൂ. എന്നിട്ട് എന്റെ ചുണ്ടിൽ സ്നേഹാർദ്രമായി ഒന്ന് ചുംബിക്കൂ. ഗൗതമൻ അവൾ ഇരിക്കുന്ന വീൽചെയറിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ അവളുടെ കൺപോളകളിലെ നീണ്ട കൺപീലികളും കൃഷ്ണമണികളിലെ തന്റെ രൂപവും കണ്ടു. ആർദ്ര ഗൗതമന്റെ തലമുടിയിൽ വിരൽ കൊണ്ട് തലോടി. വാത്സല്യമുള്ള ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞിനെ പോലെ ഗൗതം ആർദ്രയുടെ മടിയിൽ തലചായ്ച്ച് കിടന്നു. ഗൗതം, സ്നേഹം എന്നാൽ എന്താടാ? അറിയില്ല ആർദ്ര. എത്ര സ്നേഹം കൊടുത്താലും പുരുഷൻ അത് തിരിച്ചറിയാതെ അവൻ എന്തിനാ മറ്റൊരാളെ തേടി പോകുന്നത്? ഒരു പെണ്ണിന് തന്റെ എല്ലാമായ പുരുഷൻ നഷ്ടപ്പെടുന്നത് പച്ചജീവനോടെ അഗ്നിയിൽ എറിയുന്നതിന് തുല്യമല്ലേ ഗൗതമൻ? ആർദ്ര, നീ എന്തിന് ഇപ്പോൾ ഇതെല്ലാം പറയുന്നു? ഒരിക്കൽ നീ എന്നെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ഇഷ്ടപ്പെട്ട പുരുഷൻ നഷ്ടപ്പെടുന്നത് അറിയുമ്പോൾ ഒരു പെണ്ണ് ദുരിതങ്ങളുടെ ശരശയിലേക്ക് വീഴും. പിന്നെ അവൾക്ക് മോചനമില്ല. ഇനി നീ എന്നെ വിട്ടു പോകരുത്. വരും ജന്മത്തിലും എനിക്ക് നിന്നെ വേണം ഗൗതമൻ. ഗൗതമൻ മെല്ലെ മുഖമുയർത്തി നോക്കി. അപ്പോൾ കണ്ടു ആർദ്രയുടെ ഇടത് കവളിലൂടെ കണ്ണുനീർ ഒഴുകി വരുന്നത്. കരയരുത്. ഗൗതം അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. പുരുഷന് ഒന്നും മതിയാവില്ല. ഒന്നും തിരിച്ചറിയാനും. എല്ലാം മതിയാവുകയും എല്ലാം തിരിച്ചറിയുകയും ചെയ്യുമ്പോഴേക്കും അവന്റെ കാലം കഴിഞ്ഞിരിക്കും. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ആർദ്ര. ഇനി മരണമേ എന്നെ നിന്നിൽ നിന്ന് വേർപെടുത്തൂ. ഗൗതമനും ഗദ്ഗദം കൊണ്ട് വിങ്ങിപ്പൊട്ടി. ഗൗതം, നീ ആണാണ്, കരയരുത്. ആണുങ്ങൾ കരഞ്ഞു വീഴുന്ന കണ്ണീർ പെണ്ണിന്റെ നാശത്തിന്റെ വിത്തുകളാകും. ഭൂമി കരിയും. വേണ്ട, നീ കരയരുത് ഗൗതം. അവൾ കുനിഞ്ഞ് ഗൗതമന്റെ മുഖം തന്നിലേക്ക് അടുപ്പിച്ച് അവന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. അപ്പോൾ പുറത്ത് ഒരു മണി മുഴങ്ങി. നാഗമ്പടം കൊട്ടാരത്തിന്റെ നിലവറയ്ക്കുള്ളിൽ കൊഴുത്ത എലികളെ തിന്ന് ഭ്രാന്ത് പിടിച്ച് കറുത്തു തടിച്ച പൂച്ച ഒന്ന് ഞെരിഞ്ഞു പിരിഞ്ഞ് കരഞ്ഞു. പിശാചുക്കൾ മനുഷ്യനെ ചുംബിക്കുന്നു. ആർദ്രയ്ക്കോ അമൃതവല്ലിക്കോ കാവലായ കറുത്ത നീലിച്ച കണ്ണുകളുള്ള കറുത്ത കാടൻ പൂച്ച മുരണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ആരോ ഗോവണി കയറി വരുന്നു. ഗൗതമൻ വേഗം അകന്നു മാറി. ആർദ്ര നാണം വന്നു നിറഞ്ഞ ഒരു വധു മണിയറയിൽ എത്തിയതുപോലെ തലകുനിച്ചിരുന്നു. ആർദ്ര മാഡം, ബാരിസ്റ്റർ ബാലഗോപാലസ്വാമി വിളിക്കുന്നു. ഓർമ്മയിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ ആർദ്ര തലയുയർത്തി നോക്കി. എന്താ ബാരിസ്റ്റർ? ചതുപ്പ് പ്രദേശത്തുള്ള ജീർണിച്ച പാലം ഇന്നലെ രാത്രി തകർന്നു വീണു. ചീഫ് മരിച്ചതായാണ് വിവരം. പാലത്തിന്റെ മധ്യഭാഗത്തെത്തിയ കുറെ പട്ടാളക്കാരും മരിച്ചിട്ടുണ്ടത്രേ. പട്ടാള ട്രക്കുകളും നിരനിരയായി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. മുകളിൽ നിന്ന് ഓർഡർ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് പട്ടാളക്കാർ അവിടെ ടെന്റടിച്ച് ക്യാമ്പ് ചെയ്യുന്നു. അവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുന്നു. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അകത്തേക്ക് ഇരിക്കാൻ പറയൂ, ഞാൻ വരാം. ബാരിസ്റ്റർ ശരി എന്ന അർത്ഥത്തിൽ തലകുലുക്കി നടന്നുപോയി. ആർദ്ര വിളിച്ചു. ഗൗതം. ഗൗതം തലയുയർത്തി നോക്കി. ചെല്ല്, ഒന്നും വിട്ടു പറയരുത്. ഗണയും ഗുണയും ഈ നാഗമ്പടം കൊട്ടാരത്തിൽ ശാന്തമായി ഉറങ്ങുന്നു എന്ന സത്യം ഇപ്പോൾ നമ്മൾ മാത്രമേ അറിയാവൂ. നീ ചെന്ന് അയാളെ പഠിക്ക്. ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശവും. അപ്പോഴേക്കും ഞാൻ വരാം. ശരി. ഗൗതമൻ വീതിയുള്ള കസവും കൊണ്ട് എടുത്ത് തോളത്ത് പുതച്ചു നടക്കുമ്പോൾ ചുണ്ടുകൾ നീറുന്നത് അറിഞ്ഞു. ആർദ്ര സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു തന്ന വേദനിക്കാത്ത ഒരു മുദ്ര പോലെ. മേജർ മധുപാൽ, 35 വയസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ. അയാൾ സ്വയം പരിചയപ്പെടുത്തി ഗൗതമിന് നേരെ കൈ നീട്ടി. ഗൗതം തൊഴുതു. അയാൾ കൈ പിന്നിലേക്ക് വലിച്ച് തൊഴുതു. എനിക്ക്, ഗൗതം പറഞ്ഞു. താങ്ക്സ്. മേജർ മധുപാൽ ഇരുന്ന് തലയിലിരുന്ന തൊപ്പി ഊരി മടിയിലേക്ക് വെച്ചു. ഗൗതം, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നറിയില്ല. വമ്പൻ വ്യവസായികളായ ഗണമന്നാടിയാരും ഗുണമന്നാടിയാരും യാത്ര ചെയ്തിരുന്ന അവരുടെ സ്വകാര്യ വിമാനം ഇതിനപ്പുറത്തെ ചതുപ്പ് പ്രദേശത്ത് തകർന്നു വീണു.
ഞങ്ങൾ അവിടേക്ക് വന്നതാണ്. സ്ഥലത്തെക്കുറിച്ച് നേരത്തെ തന്നെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അഹങ്കാരിയായ കേണൽ പൈസ് റോബർട്ട് ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. ആ പാലം തകർന്ന് അയാൾ മരിച്ചു. നിരപരാധികളായ കുറെ പട്ടാളക്കാരും. ശവം കിട്ടുക തന്നെ പ്രയാസം. പാലത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് മിലിറ്ററി ട്രക്കുകൾ പകുതിയിലധികം പാലത്തിലേക്ക് ഞാൻ കയറ്റിയില്ല. ഇല്ലെങ്കിൽ ട്രക്കുകൾ ഉൾപ്പെടെ എല്ലാം തീർന്നേനെ. പക്ഷെ ഞങ്ങളൊരു കാഴ്ച കണ്ടു. പാലത്തിന്റെ നടുക്ക് ഒരു വീൽ ചെയറിൽ ഒരു പെൺകുട്ടി. ഞാൻ ബൈനോക്കുലറിലൂടെ വ്യക്തമായി കണ്ടതാണ്. ഞാനും കേണൽ പൈസും തമ്മിൽ സംസാരിച്ച ശേഷമാണ് കേണൽ നിറത്തോക്കുമായി ആ രൂപത്തിന്റെ അടുത്തേക്ക് പോയത്. ഞാൻ അവിടെ നടന്നത് മുഴുവൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ദേ എന്റെ മിൻബ്രെയിൻ ക്യാമറ ഈ ലോകത്തിന്റെ മുൻപിൽ ഞാൻ കാട്ടിക്കൊടുത്താൽ എന്താ സംഭവിക്കുക? ശരിക്കും താങ്കൾ ഇവിടെ താമസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ കുറിച്ച് അറിയുമോ? ഗൗതമൻ ഒരു നിമിഷം നിശ്ചലനായി നിന്നു. മുൻപിലിരുന്ന് സംസാരിക്കുന്നത് ബുദ്ധിമാനായ കരുത്തുള്ള മേജർ മധുപാൽ. ഒട്ടേറെ തീവ്രവാദി ആക്രമണങ്ങളിൽ പങ്കെടുത്ത് രാഷ്ട്രത്തിന്റെ ബഹുമതി കരസ്ഥമാക്കിയ മിടുക്കനായ പട്ടാള ഉദ്യോഗസ്ഥൻ. ഗൗതമൻ, ഈ കൊട്ടാരം ഞങ്ങളുടെ മാപ്പിൽ നാഗമ്പടം പാലസ് എന്ന് കാണിച്ചിരിക്കുന്നു. ഞാൻ തേയിലച്ചെടികൾക്കിടയിലൂടെ വളരെ ദൂരം നടന്നാണ് ഇവിടേക്ക് വന്നത്. കൊടും തണുപ്പും ചോര കുടിക്കുന്ന അട്ടകളുടെ ശല്യവും പട്ടാളക്കാരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കേണൽ പൈസിന്റെ മരണവും ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ തങ്ങാനാണ് അവർ പറയുന്നത്. മറുപടി ലഭിക്കും വരെ വെറുതെ ഒരു അന്വേഷണം നടത്തിയെന്നേ ഉള്ളൂ. ശരിക്കും ഈ ഭാഗത്ത് പ്രേതങ്ങളുണ്ടോ? മേജർ മധുപാലിന്റെ ചോദ്യം ഗൗതമനെ വീർപ്പുമുട്ടിച്ചു. പ്രേതങ്ങൾ, ഗോസ്റ്റ്. മധുപാൽ വീണ്ടും പറഞ്ഞു. ഞാൻ ധാരാളം കേട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ മധുരാപുരി. ഇത് പണ്ട് അമൃതപുരി രാജാവിന്റെ വിശ്രമകാല സ്ഥലമായിരുന്നു. അമൃതപുരി രാജാവിനും നാഗമഠം കൊട്ടാരത്തിനും തമ്മിൽ ബന്ധമുണ്ട്. ചരിത്രങ്ങൾ വളച്ചൊടിച്ചതാകാം. ഞാൻ പറഞ്ഞത് ശരിയാകണമെന്നുമില്ല. പോകുന്ന സ്ഥലത്തെക്കുറിച്ച് വെറുതെ ഒരു ഭ്രാന്തനായ പട്ടാളക്കാരന്റെ ഭ്രാന്തൻ ചിന്തയായി കണക്ക് കൂട്ടിയാൽ മതി. അമൃതപുരി രാജാവിന്റെ മകൾ അമൃതവല്ലിയുടെ പ്രേതം ഈ പ്രദേശത്ത് അലഞ്ഞു തിരിയുന്നുവെന്ന വാർത്ത ഗൗതമൻ കേട്ടിട്ടുണ്ടോ? ഉവ്, ഗൗതമൻ ഉറപ്പോടെ പറഞ്ഞു. മേജർ മധുപാൽ എഴുന്നേറ്റു. പ്രതികാരദാഹിയായി തേയിലക്കാടുകളിൽ അലയുന്ന അമൃതവല്ലിയുടെ പ്രേതമാണ് ഇന്നലെ ആ പാലം തകർത്തത്. ഞങ്ങളുടെ കേണലിനെ കൊന്നത്, പട്ടാളക്കാരെ കൊന്നത്. വെടിയുണ്ടകൾക്ക് തൊടാൻ പറ്റാത്ത ശരീരമില്ലാത്ത പ്രേതങ്ങൾ. കാലം കലിയുഗമാണ്. ശാസ്ത്രത്തിന്റെ വീമ്പിളക്കങ്ങൾ ഞങ്ങൾ പുച്ഛിച്ചു തള്ളും. യുദ്ധഭൂമികളിൽ കിടന്നുറങ്ങുമ്പോൾ മരിച്ച ആത്മാക്കൾ പുകമഞ്ഞ് പോലെ പോകുന്നത് ഞാൻ ഈ മൊബൈൽ ക്യാമറയിൽ പലതവണ പകർത്തിയിരിക്കുന്നു. ഈശ്വരൻ ഉണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട്. ജനനമുണ്ടെങ്കിൽ മരണവും. മരണമുണ്ടെങ്കിൽ മരണാനന്തര ജീവിതവും ഉണ്ടെന്ന് നാം വിശ്വസിച്ചേ പറ്റൂ. ബൈ ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ഇറങ്ങാം. ഗൗതമൻ ഇവിടെ. ഞാൻ ഈ നാഗമ്പടം കൊട്ടാരത്തിന്റെ അതിഥിയാണ്. ഓ. മധുപാലിന്റെ വെളുത്ത നെറ്റിയിൽ ചുടുവ് വീണു. അപ്പോൾ ഈ നാഗമ്പടം കൊട്ടാരത്തിൽ ആരാ ഉള്ളത്? ഞാൻ ആർദ്ര. ആ മൂർച്ചയുള്ള ശബ്ദം കേട്ട് മേജർ മധുപാൽ ഒന്ന് പിടഞ്ഞു. കണ്ണുകൾ തുറച്ച് ഒരു നിമിഷം നിശ്ചലനായി നിന്നു. ആ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ ഒരു തരം ഭയം ഇരച്ചു കയറി. യു വാക്കുകൾ പൂർത്തിയാക്കാനും മറ്റൊന്നും പറയാനും ആകാതെ കേണൽ മധുപാൽ നിൽക്കുമ്പോൾ വീൽ ചെയർ തന്നെത്താൻ ഉരുട്ടി മുൻപിലേക്ക് വന്നു ആർദ്ര പറഞ്ഞു. ഞാൻ ആർദ്ര, ഈ നാഗമ്പടം കൊട്ടാരത്തിന്റെ അധിപ. ഇന്നലെ രാത്രി ജീർണിച്ച പാലത്തിന്റെ നടുക്ക് ഇതേ വീൽ ചെയറിൽ ഞാൻ നിങ്ങളെ കണ്ടു. അതുകൊണ്ട് എന്താ പട്ടാളക്കാര? ഇപ്പോൾ ഒരിക്കൽ കൂടി കണ്ടില്ലേ? മധുപാൽ ആർദ്രയുടെ അടുത്തേക്ക് ചെല്ലാൻ തുനിഞ്ഞപ്പോൾ ഗൗതമൻ കൈനീട്ടി തടഞ്ഞു. മധുപാൽ സാർ, അധികം അടുക്കണ്ട. ഇവൾ അപകടകാരിയാണ്. ഗണയും ഗുണയും എവിടെ? ഇവിടെയുണ്ട്, ഈ നാഗമ്പടം കൊട്ടാരത്തിന്റെ ഉള്ളിൽ. ആർദ്രയുടെ മൂർച്ചയേറിയ വാക്കുകൾ. നീ ആര്? മധുപാൽ ധീരനായ പട്ടാളക്കാരനാകുന്നു. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അവരെ എനിക്ക് വിട്ടുതരണം. ആർദ്ര ചിരിച്ചു. വിട്ടുതരാനോ? പ്രപഞ്ചം എനിക്ക് കൊണ്ടുതന്ന എന്റെ ഭാവി വരന്മാരാണവർ. ലോകത്തിന്റെ മുൻപിൽ ചതുപ്പിലാണ്ടുപോയ 2 യുവമിഥുനങ്ങൾ. ഈ വീൽ ചെയറിന്റെ ഇരുവശങ്ങളിലും അവരെ നിർത്തി വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിങ്ങൾക്ക് എന്നെ ഒരിക്കൽ കാണേണ്ടി വരും. അന്ന് ആ മനോഹര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പട്ടാളക്കാര.
മധുപാൽ കുനിഞ്ഞ് തോക്ക് കയ്യിലെടുത്ത് ആർദ്രയുടെ നേരെ ചൂണ്ടി. അടുത്ത നിമിഷം നിന്ന നിൽപ്പിൽ കാലുകൾ ഉയർത്തി ഗൗതമൻ അത് തട്ടിത്തെറിപ്പിച്ചു. നിലത്ത് കുത്തിയിരുന്ന കാൽ മടക്കി മേജർ മധുപാലിന്റെ നെറ്റിയിലേക്ക് ഉയർത്തി ആഞ്ഞു കുത്തി. മധുപാൽ നിന്നു. ഒരു നിമിഷം. പിന്നെ ആർദ്രയുടെ കാൽച്ചുവട്ടിലേക്ക് വീണു. ശരീരം സ്തംഭിച്ച് ഒറ്റത്തടി പോലെ. ഗൗതം, നീയൊരു യോദ്ധാവ് തന്നെ. നിന്റെ തള്ളവിരൽ മർമ്മവിദ്യ നന്നായി അവനെ തകർത്തു. ഞാൻ എൻ്റെ കുഞ്ഞുവിരൽ കൊണ്ട് അവനെ ഉണർത്തട്ടെ. പിന്നെ ഒരു വാക്കേ ഇവൻ ഉച്ചരിക്കൂ. 3 മണിക്കൂർ ഇവൻ നിശബ്ദനായി ജീവിക്കും. പിന്നെ അർദ്ധരാത്രി കഴിയുമ്പോൾ ഭ്രാന്ത് പിടിച്ച് സ്വയം വെടിവെച്ച് മരിക്കും. ഗൗതമൻ ഒന്നും മിണ്ടിയില്ല. ആർദ്ര പറഞ്ഞതുപോലെ മേജർ മധുപാലിനെ ഉണർത്തി. അയാൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് ഭീതി പടർന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി. പിന്നെ ഡെവിൾ, ഡെവിൾ എന്ന് വിളിച്ച് നിശബ്ദനായി. പിന്നിലേക്ക് നടന്ന് പുറത്തേക്ക് ഓടിപ്പോയി. ഗൗതമൻ ആർദ്രയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് മെല്ലെ വിളിച്ചു, ആർദ്ര. ആർദ്ര മുഖമുയർത്തി നോക്കി. നീ പോകുന്ന വഴി ഏതാണ്? എനിക്ക് അറിയുന്ന വഴി. ആ വഴിയിൽ ഒപ്പം നടക്കുന്നവരേയുള്ളൂ. എതിരെ വരുന്നവരെ, സംശയിക്കുന്നവരെ മരണത്തിന്റെ കരിമ്പടം കൊണ്ട് പുതപ്പിക്കും ഈ ആർദ്ര. ഗണയും ഗുണയും പൂജക്കിരുത്തണം. ആകർഷണ മന്ത്രം, എള്ളും എരിക്കും വെണ്ണയും കർപ്പൂരം ചമതയും കൊണ്ട് അവരെ എന്നിലേക്ക് അടുപ്പിക്കണം. മഹാമാന്ത്രിക, നിനക്ക് അതിന് കഴിയും. നിനക്കേ കഴിയൂ. ആർദ്ര, നീ എന്റേതാണ്. അത് സത്യം. മറ്റൊന്ന് പൊള്ളയായ നിഴല്. എനിക്ക് അവരെ വേണം. എനിക്ക് വേണ്ടി പരസ്പരം തല്ലിച്ചാകാൻ. നീ ചെല്ല്. ഗുണയെ കുളിപ്പിച്ച് ബാരിസ്റ്റർ നിന്റെ ഹോമപുരയിലേക്ക് കൊണ്ടുവരും. ഓർമ്മകൾ മറന്ന്, ഭൂതകാലം മറന്ന് അവരുടെ ചിന്തകളിൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആദ്യം ഗുണ, പിന്നെ ഗണ. 2 പേരെയും പരസ്പരം മരണപ്പെട്ടതായി അറിയിക്കണം. ഞാൻ സ്നേഹിച്ചതിന്റെ പകിട നിരത്തുകയാണ്. ഗൗതം, നീ ചെന്നോളൂ. ഗൗതമൻ തല താഴ്ത്തി നടന്നു. ആർദ്ര അവിടെ ഒറ്റയ്ക്കായി. ഗൗതമൻ, അവൻ ഒരു പെണ്ണിന്റെ സ്വത്താണ്. അവന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ താൻ തന്നെ 2 പുരുഷന്മാർക്കായി വീതം വയ്ക്കുന്നു. ഗൗതമന് അത് സഹിക്കില്ലെന്നുറപ്പാണ്. പക്ഷേ അവൻ എന്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും വിലങ്ങുതടിയാവില്ല. ശ്വാസം തലച്ചോറിൽ നിന്ന് പ്രപഞ്ചത്തിൽ വീണ് ലയിച്ചു. അടുത്ത നിമിഷം മുൻപിലെ വാതിൽ ചവിട്ടി തുറന്ന് മേജർ മധുപാൽ ഭീകരമായി അലറിക്കൊണ്ട് ആർദ്രയുടെ നേരെ ചാടി വീണു. കയ്യിലിരുന്ന നീളമുള്ള ഗൂർഖ കത്തി ആർദ്രയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. അത് ആർദ്രയുടെ മാറുതുളച്ച് മറുവശം കടന്നു. ആർദ്ര ഒന്ന് പിടഞ്ഞു. പിന്നെ ചലനമറ്റ് വീൽ ചെയറിൽ നിശ്ചലയായി കിടന്നു. മുറിവേറ്റ ഈറ്റപ്പുലിയെപ്പോലെ മേജർ മധുപാൽ പിന്നിലേക്ക് മാറി നിന്ന് പകയോടെ കിതച്ചു. നേപ്പാൾ റെജിമെന്റിലെ ആത്മഹത്യാ സ്ക്വാഡിന്റെ ചീഫ് ആയ മേജർ മധുപാൽ തികഞ്ഞ കാളി ഉപാസകൻ. അരയിൽ നിന്ന് നീളമുള്ള മറ്റൊരു കത്തി വലിച്ചൂരി ആർദ്രയുടെ ഉദരം ലക്ഷ്യമാക്കി എറിഞ്ഞു. നിശ്ചലമായി കിടക്കുന്ന ആർദ്രയുടെ ഉദരം ഭേദിച്ച് അത് മറുപുറം കടന്നു. എന്നിട്ടും മേജർ മധുപാലിന്റെ കോപം കെട്ടടങ്ങിയില്ല. പിശാചേ, നീ എന്താ കരുതിയേ? ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തും ഈ കൊട്ടാരം. എവിടെ നിന്റെ സഹായികൾ? കഴുത്തിന് പിന്നിൽ മറച്ചു വെച്ചിരുന്ന മൂർച്ചയേറിയ വാൾ കയ്യിലേക്ക് എടുത്ത് അകത്തേക്ക് നടന്നു മേജർ മധുപാൽ. ആർദ്ര ചോര പൊടിയാതെ നിർജീവമായി കിടന്നു. പ്രപഞ്ചം ചിലപ്പോൾ അങ്ങനെയാണ്. പ്രതീക്ഷകൾ തെറ്റിക്കും. കാലം നിശ്ചയിക്കുന്ന ചില നിയോഗങ്ങൾക്ക് മറികടക്കാൻ ഒരു ശക്തിക്കുമാകില്ല. മനുഷ്യനും പിശാചിനുമൊപ്പം ഗൗതമൻ. ഗൗതമൻ! മേജർ മധുപാൽ ഉറക്കെ അലറി. അത് നാഗപടം കൊട്ടാരത്തിന്റെ ചുവരുകളിൽ പ്രതിധ്വനിച്ച് മുഴങ്ങി. മേജർ മധുപാൽ! വിളികേട്ട് മധുപാൽ തിരിഞ്ഞു നോക്കി. തടി നിരത്തി പണിത പഴകിയ ഗോവണിയിൽ ഗൗതമൻ നിൽക്കുന്നു. പിശാചുക്കളെ വളർത്തുന്ന ദുഷ്ടമന്ത്രവാദി, നിന്റെ തല ഞാനിന്നെടുക്കും. ഗൗതമനിൽ നിന്ന് ഒരു നിശ്വാസം അടർന്ന് വീണു. ഗോവണി ഇറങ്ങി മധുപാലിന്റെ അടുത്തേക്ക് ചെന്ന് ഗൗതമൻ പറഞ്ഞു, മിസ്റ്റർ മേജർ മധുപാൽ, നീ അകപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? അറിയാം, ദുഷ്ടപിശാചുക്കളുടെ പിടിയിൽ. പിന്നെ അവരെ നിലനിർത്തുന്ന ആ മനുഷ്യമൃഗങ്ങളുടെ ഇടയിൽ. നിന്റെ നാവ് ഞാനിന്ന് അറുത്തെടുക്കും ഗൗതമ. നിന്റെ തല ഛേദിച്ചെടുത്ത് ഞാൻ കാളിക്ക് സമർപ്പിക്കും. ഈ പട്ടാളവേഷം അഴിച്ചു വെച്ചാൽ ഞാൻ നിന്നെയൊക്കെ വെല്ലുന്ന കാളി ഉപാസകൻ തന്നെയാണ്. നീ പതുക്കെ സംസാരിക്കുക, വെറും മനുഷ്യപ്രാണിയായ മധുപാൽ.
നിന്റെ വീരവാദം ആർദ്ര കേട്ടാൽ നിന്റെ ചങ്ക് പറിച്ചെടുക്കും. ജീവൻ തിരിച്ചു വേണമെങ്കിൽ കാലച്ച കേൾപ്പിക്കാതെ പതുക്കെ പതുങ്ങി ഈ നാഗമ്പടം കൊട്ടാരം കടന്നു പൊയ്ക്കോളൂ. മധുപാൽ ചിരിച്ചു. ഗൗതമൻ, ഞങ്ങൾ രാജ്യത്തെ സേവിക്കുന്ന, രാജ്യത്തിന് വേണ്ടി മരിക്കുന്ന ഒന്നാം തരം പോരാളികളാണ്. രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം രാജ്യത്തിനകത്തുള്ള ഇതുപോലുള്ള ദുഷ്ടശക്തികളെ നശിപ്പിക്കലാണ്. നീ പുറത്തേക്ക് ചെന്ന് നോക്കിക്കോളൂ. നീ പറയുന്ന നിന്റെ ആർദ്ര മാറു പിളർന്ന് അവിടെ മരിച്ചിരിക്കും. അവളുടെ ഉദരത്തിലേക്ക് കഠിന കാർക്കോടക വിഷം പുരട്ടി ഉണക്കിയെടുത്ത ഇരുതല മൂർച്ചയുള്ള വിഷവാളം ഞാൻ തറപ്പിച്ച് ജഡാവസ്ഥയിലാക്കിയിട്ടുണ്ട്. മേജർ മധുപാൽ, നിങ്ങൾക്ക് ആർദ്രയെക്കുറിച്ച് അറിയോ? എന്തറിയാൻ മിസ്റ്റർ ഗൗതമൻ? അരയ്ക്ക് താഴെ തളർന്ന് വീൽ ചെയറിലിരിക്കുന്ന, ശരീരം മുറിഞ്ഞാൽ ചോര വരുന്ന പീറ പെണ്ണ്. വീൽ ചെയറിൽ നിന്ന് വീമ്പിളക്കി കരുത്തുള്ള ആണിന്റെ ശക്തി അറിഞ്ഞ് മരിച്ച് വെറും കൂറ. ചില്ല് അവളുടെ ശരീരം ദഹിപ്പിക്കാനും കുഴിച്ചു മൂടാനും നിൽക്കണ്ട. പകരം മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുന്ന മുതലകൾ കിടക്കുന്ന ചതപ്പിലേക്ക് എറിഞ്ഞോളൂ. അവളും മുതലകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ. മധുപാൽ, നിനക്ക് ഒന്നും അറിയില്ല, ഒന്നും. പിന്നെ ഞാൻ നിന്നോട് നിനക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ഉറുമ്പായി മന്നാടിയാരുടെ വിമാനം മന്ത്രശക്തിയാൽ ഈ പ്രദേശത്തേക്ക് ആവാഹിച്ച് ആകർഷിച്ചത് ആർദ്രയാണ്. നുണ. മേജർ മധുപാൽ നിന്ന് വിറച്ചു. കോപം അയാളെ മറ്റൊരാളാക്കുന്നു. സ്വയം തനിക്ക് ഉണ്ടെന്ന് കരുതുന്ന ശക്തി അയാളെ നശിപ്പിക്കുന്നു. നീ നുണ പറഞ്ഞ് എന്നെ മയക്കണ്ട ഗൗതമൻ. എന്റെ ഒരു വയർലെസ് മെസ്സേജ് മതി. ഇനിയും 10 മിലിറ്ററി ട്രക്കുകൾ ബാക്കിയുണ്ട്. അതിൽ നിറച്ച് കരുത്തുള്ള പട്ടാളക്കാർ. ഈ പാലം കേണൽ പൈസിനൊപ്പം തകർന്നുപോയി. ഇല്ലെങ്കിൽ മുതലകൾ ഉറങ്ങുന്ന ആ ചതപ്പിലേക്ക് ഇറങ്ങി ഗുണയുടെയും ഗണയുടെയും പിന്നെ അവർക്ക് ഒപ്പം ചത്തൊടുങ്ങിയ ആ സുന്ദരി മെർലിന്റെയും അസ്ഥികഷ്ണം മുഴുവൻ പെറുക്കിയെടുക്കും. മധുപാൽ, നിന്റെ വാചകമടി നിർത്തൂ. നിനക്ക് കുടുംബമുണ്ട്. നിന്റെ ഭാര്യ ഗർഭിണിയാണ്. അവർക്ക് വൈധവ്യയോഗമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് കുഞ്ഞിനെ കാണാം, കുഞ്ഞിന് അച്ഛനെയും. വെറുതെ ജന്മം ഒടുക്കാതെ ഇവിടം കണ്ടതൊക്കെ ഒരു സ്വപ്നമായി കരുതി മടങ്ങിപ്പോകൂ. നിന്ന നിൽപ്പിൽ തലകുത്തി മറിഞ്ഞ് ഗൗതമന്റെ അടുക്കലേക്ക് വന്ന് ഗൗതമന്റെ കഴുത്തിൽ വാൾ വെച്ചുകൊണ്ട് മേജർ മധുപാൽ അലറി. നടക്ക് പിശാചെ പുറത്തേക്ക്. വേഗമാകട്ടെ. ഗൗതമൻ നിശബ്ദനായി മധുപാൽ പറയുന്നത് കേട്ട് നടന്നു. ആർദ്രയെ കൊലപ്പെടുത്തിയ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഗൗതമൻ മധുപാലിനോട് പറഞ്ഞു, നോക്ക് മധുപാൽ, നീ കൊലപ്പെടുത്തിയ, നീ മാറും ഉദരവും പിളർത്തിയ ആർദ്ര എവിടെ? ഞെട്ടിത്തിരിഞ്ഞ് വീൽ ചെയറിലേക്ക് നോക്കി മധുപാൽ നടുങ്ങി. ആർദ്ര ഇരുന്ന വീൽ ചെയർ ശൂന്യമായിരുന്നു. മേജർ മധുപാലിന്റെ മുഖത്ത് ഭയത്തിന്റെ കരിവാളിപ്പ് വീണ് പരന്നു. എന്നാലും തന്റെ മനോധൈര്യം കൈവിടാതെ അയാൾ ചോദിച്ചു, ഗൗതം, എവിടെ ആർദ്ര? മധുപാൽ, നീ ഭയക്കണ്ട. ആർദ്ര ഈ സർവചരാചരങ്ങളിലുമുണ്ട്. നീ കേട്ടിട്ടില്ലേ? പുരാണത്തിൽ പ്രപഞ്ചശക്തിയായ ഈശ്വരനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ആർദ്ര. മധുപാൽ ഗൗതമന്റെ കഴുത്തിൽ വാൾ ഒന്നുകൂടി അമർത്തി. ഭയം അയാളെ ഗ്രസിച്ചിട്ടുണ്ടെന്ന് ഗൗതമൻ തിരിച്ചറിഞ്ഞതോടൊപ്പം അരക്കെട്ട് തകർന്നുപോയ ആർദ്ര എവിടേക്ക് മറഞ്ഞുപോയി എന്ന് ഓർത്ത് ഒരു നിമിഷം നടുങ്ങിപ്പോയി ഗൗതമൻ. നാഗമോതിരം നഷ്ടപ്പെട്ടതും ആർദ്രയുടെ മന്ത്രശക്തിക്ക് വശപ്പെട്ട് പൂർവകാലത്തിലെ ചില ശക്തമായ ഓർമ്മകൾ തന്നിൽ നിന്ന് മാഞ്ഞതറിയാതെ ഗൗതമൻ ആർദ്രയെക്കുറിച്ച് ഓർത്തു നടന്നു. അപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഏതോ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നുണ്ടാവും. പാവം, ഈ ദുഷ്ടൻ പറഞ്ഞതുപോലെ അവളെ കത്തിയെറിഞ്ഞ് കൊന്നിട്ടുണ്ടാകാം. ദൂരെ അഗ്നി ആകാശത്തേക്ക് കത്തിയാളുന്നത് കണ്ട് ഗൗതമൻ മധുപാലിനോട് ചോദിച്ചു, മധുപാൽ, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ പട്ടാള താവളമല്ലേ അവിടെ കത്തി അമരുന്നത്? നിങ്ങളുടെ പട്ടാള വാഹനങ്ങളല്ലേ അവിടെ പൊട്ടിത്തെറിക്കുന്നത്? മധുപാൽ ആകാശത്തേക്ക് ഉയരുന്ന അഗ്നിഗോളം കണ്ടു. ഗൗതമന്റെ കഴുത്തിലെ വാൾ മെല്ലെ താഴ്ത്തി. താൻ ഏതോ ഭീകരമായ ദുഷ്ടശക്തികളുടെ കയ്യിലാണ് അകപ്പെട്ടതെന്ന് മധുപാലിന് മനസ്സിലായി. ഗൗതം മധുപാലിന്റെ നിശബ്ദത കണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ മരിച്ച് ഈ മണ്ണിൽ ചേരാം. കാരണം ഈ മണ്ണും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ സൂര്യനുമെല്ലാം ആർദ്രയുടേതാണ്. ആർദ്രയ്ക്ക് വേണ്ടി ഉദിക്കുന്ന സൂര്യൻ, ആർദ്രയ്ക്ക് വേണ്ടി കറങ്ങുന്ന ഭൂമി, ആർദ്രയ്ക്ക് വേണ്ടി പറക്കുന്ന പക്ഷികൾ. ദൂരത്തു നിന്ന് ഒരു കിതപ്പ് കേട്ടു. പ്രാണന് വേണ്ടി കിതയ്ക്കുന്ന ഒരു മനുഷ്യന്റെ വേദനിപ്പിക്കുന്ന ദീനരോധനം. പിന്തിരിഞ്ഞു നോക്കി ഗൗതമൻ.
പകുതി പ്രാണനായി അഗ്നി പടർന്ന ശരീരമായി പുകഞ്ഞുകൊണ്ട് ഓടി വരുന്ന പട്ടാളക്കാരൻ. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മേജർ സാബ്, പിശാചുക്കൾ, പിശാചുക്കൾ! ഒരു സ്ത്രീ, അവളുടെ നെഞ്ചിൽ മൂർച്ചയേറിയ കത്തി, ദുഷ്ടമന്ത്രവാദിനി, പിശാച് നമ്മുടെ ക്യാമ്പ് മുഴുവൻ അവൾ വായിൽ നിന്ന് അഗ്നി ഊതി കത്തിച്ചു. നമ്മുടെ സേന മുഴുവൻ കത്തിച്ചാമ്പലാകുന്നു. ആരും രക്ഷപ്പെടില്ല, ആരും. താങ്കൾ അവിടേക്ക് പോകരുത് സാബ്, പോകരുത്. അവളെ വെട്ടി വീഴ്ത്തിയിട്ടും നിറയൊഴിച്ചിട്ടും അവൾ ചത്തു വീഴുന്നില്ല. ആർദ്ര, ഗൗതമൻ മെല്ലെ പറഞ്ഞു. വാർത്തയുമായി വന്ന് അഗ്നിയിൽ പുകഞ്ഞു വീണ മനുഷ്യന്റെ ശരീരം നിലത്ത് വീണ് നിശ്ചലമായി. ഗൗതമന് നേരെ പിടിച്ചിരുന്ന വാൾ നിലത്തിട്ട് മേജർ മധുപാൽ ഒരു നിമിഷം അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ നിവർത്തി കിടത്തി. തൊപ്പി ഊരിപ്പിടിച്ച് മുട്ടുകുത്തി കണ്ണടച്ച് ഒരു നിമിഷം നിന്നു മധുപാൽ. അയാളുടെ കണ്ണിൽ നിന്ന് അപ്പോൾ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് ഗൗതമൻ കണ്ടു. അടുത്ത നിമിഷം അയാൾ എഴുന്നേറ്റ് ഒരു ധീരനായ യോദ്ധാവിന് കൊടുക്കുന്ന അഭിവാദ്യം ചെയ്തു. ദൂരെ ആകാശത്ത് അഗ്നിയുടെ കറുത്ത പുക ഉയരുന്നു. തേയിലക്കാട് കടന്ന് മനുഷ്യന്റെ പച്ചമാംസം കത്തിയമരുന്ന ഗന്ധം വരുന്നു. കോപം കെട്ടടങ്ങാത്ത മേജർ മധുപാൽ അടുത്ത നിമിഷം അരയിൽ തിരികിയിരുന്ന കൈത്തോക്ക് വലിച്ചെടുത്ത് ഗൗതമന് നേരെ തിരിഞ്ഞതും നിലത്ത് കിടന്ന വാൾ ഒരു ഞൊടിയിട കൊണ്ട് കൈക്കലാക്കി ഗൗതം മേജർ മധുപാലിന്റെ അരയിലേക്ക് കുത്തിയിറക്കി. വായിൽ നിന്നും ചോര ഒലിപ്പിച്ച് കണ്ണുകൾ തുറച്ച് ഗൗതമന്റെ തോളത്തേക്ക് ചാരി മേജർ മധുപാൽ. പിന്നെ കയ്യിലിരുന്ന തോക്കിൽ മുറുകെ പിടിമുറുക്കി തല ഗൗതമന്റെ ശരീരത്തോട് ചേർത്ത് ഈ ഭൂമി ഉപേക്ഷിച്ച് പോയി. മരണം മടിയില്ലാതെ മധുപാലിനെ സ്വീകരിച്ചു. നാഗമ്പടം കൊട്ടാരത്തിന് ചുറ്റും വെന്ത മനുഷ്യരുടെ ശവം കൊത്തിപ്പറിച്ച് ഭക്ഷിച്ച് വിശപ്പടക്കാൻ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. മടങ്ങിച്ചെല്ലുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ആർദ്ര വീൽ ചെയറിൽ ഇരിക്കുന്നു. ഒരു നിമിഷം ആർദ്രയെ നോക്കി നിന്നു. അവളുടെ നെഞ്ചിൽ അപ്പോൾ മേജർ മധുപാൽ കുത്തിയിറക്കിയ മൂർച്ചയേറിയ കത്തിയില്ല, ഉദരം പിളർന്ന വാളുമില്ല. ആ നശിച്ച പട്ടാളക്കാരന്റെ ശവം നീ അവിടെ കളഞ്ഞിട്ട് പോന്നോ ഗൗതം? ഒന്നും മിണ്ടാതെ ആർദ്രയെ മറികടന്ന് പോയപ്പോൾ ആർദ്ര ചോദിക്കുന്ന ചോദ്യം കേട്ട് ഒന്നു നിന്നു ഗൗതം. മുറ്റത്തു തന്നെയുണ്ട്. അത് തിരിച്ചെടുക്കണം. ഒരു നല്ല ശവക്കല്ലറ പണിയണം. എന്തിന്? ഗൗതം ചോദിച്ചു. ആ കല്ലറ പട്ടാളക്കാരൻ്റെതല്ല. പിന്നെ? അത് ഗുണയ്ക്ക് ഗണയുടെയും ഗണയ്ക്ക് ഗുണയുടെയും ആകണം. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ആർദ്ര. എല്ലാം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നിന്റെ മടിത്തട്ടിൽ ഈ ആർദ്ര മയങ്ങിക്കിടക്കും. ഏത് ലോകത്തിലെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം നിന്റെ ശരീരമാണ്. നിന്റെ വിയർപ്പിന്റെ ഗന്ധവും നിന്റെ നിശ്വാസങ്ങളും. ഒരു പെണ്ണിന് അതേ വേണ്ടൂ. സ്നേഹിക്കുന്ന പുരുഷന്റെ നെഞ്ചിലേക്ക് ചാരി നിന്ന് ഒന്ന് പൊട്ടിക്കരയാൻ, പിന്നെ അവന്റെ കൈമടക്കിൽ തലവെച്ച് അവന്റെ സുരക്ഷിതത്വത്തിൽ കിടന്ന് ഉറങ്ങാൻ. ആർദ്ര, ഗൗതമൻ വിളിച്ചു. അതെ, പെണ്ണ് പിശാചായിക്കോട്ടെ, ദൈവവും മനുഷ്യനുമൊക്കെ ആയിക്കോട്ടെ, വികാരങ്ങളും വിചാരങ്ങളും നമ്മൾ വേർപെടുത്തി കാണണ്ട. ഗൗതമൻ, നേരം വൈകുന്നു. ഗുണയും ഗണയും നമ്മുടെ സ്വാധീനത്തിലാണ്. 7 ദിവസം കൊണ്ട് അവർ പൂർണ്ണമായും നമ്മുടെ ചിന്തകളിൽ വശംവദരാകും. ഈ പട്ടാളക്കാരന്റെ ശരീരം നമ്മൾ മറവ് ചെയ്യുക. ക്രമേണ ഗുണയും ഗണയും അറിയാതെ അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ഗുണയോട് പറയണം, ഈ കല്ലറ മരിച്ച നിന്റെ സഹോദരൻ ഗണയുടേതാണെന്ന്. ഗണയോട് പറയണം, ഈ ശവകുടീരം നിന്റെ സഹോദരൻ ഗുണയുടേതാണെന്ന്. എന്നിട്ട് ഇതിൽ നിന്ന് നീ എന്താ നേടുന്നത് ആർദ്ര? അവർ പരസ്പരം മരിച്ചവരെ ഓർത്ത് കരയണം. ഞാൻ അവർ പരസ്പരം അറിയാതെ സാന്ത്വനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കും. ഞാനില്ലാതെ അവർക്ക് രണ്ടാൾക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ ഞാൻ എൻ്റെ പ്രതികാരത്തിന്റെ കണക്ക് പുസ്തകം തുറന്നു വയ്ക്കും ഗൗതമൻ. പട്ടാള ക്യാമ്പ് മുഴുവൻ അഗ്നി പടർത്തി ചുട്ടു ചാമ്പലാക്കി. പച്ച ജീവനോടെ മനുഷ്യൻ പിടയുന്നത് കാണാൻ വല്ലാത്ത ആനന്ദം തന്നെ. ആർദ്ര, നീ? ആർദ്ര, അതെ ആർദ്ര. ചെല്ലി, നിനക്ക് ജോലി ഏറെയുണ്ട്. ആ വാർത്തയുമായി ഓടിവന്ന പട്ടാളക്കാരന്റെ ശവം ആ ചതുപ്പിലേക്ക് തന്നെ എറിഞ്ഞേക്കൂ. മുതലകൾക്ക് വിശന്നു തുടങ്ങിയിട്ടുണ്ടാകും. ഈ വാർത്ത ലോകമറിഞ്ഞാൽ എന്താ സ്ഥിതി? ഗൗതമൻ ചോദിച്ചു. അത് കേട്ട് ചിരിച്ചു ആർദ്ര. ഗൗതമൻ, അവരുടെ പട്ടാള ട്രക്കുകളിൽ വീര്യം ഏറിയ ബോംബുകൾ ഉണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ചു, അത്ര തന്നെ.
നമുക്ക് അപ്പുറത്ത് വലിയ ഒരു ലോകമുണ്ട്. അവർക്ക് ചിന്തിക്കാനും കർമ്മങ്ങൾ നടത്താനുമുള്ള കഴിവുമുണ്ട്. നാഗമ്പടം കൊട്ടാരത്തിലും ചതുപ്പിലും നടക്കുന്ന കാര്യങ്ങൾ ഉപഗ്രഹ ചാനൽ വഴി ചിത്രീകരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമുണ്ട്. ആർദ്ര, നീ എന്ത് അറിഞ്ഞിട്ടാ? എല്ലാം അറിഞ്ഞിട്ട് ഒരു ഉപഗ്രഹ ചാനലിനും കിട്ടില്ല ഈ നാഗമ്പടം കൊട്ടാരം, പിന്നെ ചതുപ്പ്. നിനക്ക് അറിയില്ല ഗൗതമൻ പലതും. ഈ നാഗമ്പടം കൊട്ടാരത്തിൽ നിന്ന് ഒരു രഹസ്യവും ഈ ആർദ്ര അറിയാതെ പുറത്തു പോകില്ല. ചെല്ല്, നേരം കളയാതെ പറഞ്ഞ കാര്യങ്ങൾ എത്രയും വേഗം ചെയ്ത് തീർക്കൂ. പിന്നെ ആർദ്രയോട് ഒന്നും ചോദിക്കാൻ നിന്നില്ല ഗൗതമൻ. ഗണയെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് സ്വാധീന മന്ത്രങ്ങൾ കാതിലോതി കൃഷ്ണ തുളസിയില ശുദ്ധവെള്ളത്തിൽ നനച്ച് ചുണ്ടിൽ വയ്ക്കണം. നേരം കാത്തു നിൽക്കില്ല. നേരത്തിനപ്പുറം കാര്യം ഗ്രഹിച്ച് ചെയ്യണം. കാരണം ആർദ്രയുടെ കടിഞ്ഞാണില്ലാത്ത ആഗ്രഹങ്ങൾക്ക് തടസ്സം വരാൻ താൻ കാരണമാകരുത്. ആർദ്ര ചിരിക്കുന്നു. യുദ്ധത്തിൽ ജയിച്ചു കയറുന്ന സേനാധിപനെ പോലെ ഭയമില്ലാത്ത മരണത്തെ മാറോടമർത്തി നിന്ന് പ്രതികാരത്തിന്റെ നെരിപ്പോട് കത്തിക്കുന്ന ആർദ്ര, അല്ലെങ്കിൽ അവളിൽ നിറഞ്ഞു നിൽക്കുന്ന അമൃതവല്ലി. രണ്ടും വേർതിരിച്ച് കാണാൻ കഴിയാത്ത ആ സത്യം. ആർദ്രയ്ക്ക് ചുറ്റും ആരുമില്ല. ആർദ്ര എഴുന്നേറ്റ് അമൃതവല്ലിയുടെ ശക്തിയായി പുറത്ത് മേജർ മധുപാലിന്റെ ശവത്തിനരികിലേക്ക് ചെന്നു. 2 ശവങ്ങൾ. മേജർ മധുപാലിന്റെ ശരീരത്തിൽ ഉയർന്നു നിന്ന വാൾ വലിച്ചൂരി അതിലെ ചോര ഇടത് കൈകൊണ്ട് തുടച്ച് തള്ളവിരൽ കൊണ്ട് ദൂരത്തേക്ക് ഞൊടിച്ചെറിഞ്ഞു. ശത്രു മരിക്കുമ്പോൾ വല്ലാത്ത ആഹ്ലാദമുണ്ടാകും. ശവങ്ങൾ കാണുമ്പോൾ വല്ലാത്ത നിർവൃതി. തിരിഞ്ഞ് നാഗമ്പടം കൊട്ടാരത്തിലേക്ക് നോക്കി. ശവം കിടന്നിട്ടാവും ഗോപുരത്തിനു മുകളിൽ കൂർത്ത ചുണ്ടുള്ള കഴുകന്മാർ വന്നിരിക്കുന്നു. ഒന്നു നോക്കി അവറ്റകൾ ഭയന്നിട്ടാവും ചിറകുകൾ വീശി പറന്നു. മേജർ മധുപാലിന്റെ നെറ്റിയിലേക്ക് കാൽ കൊണ്ട് തൊട്ടു. അപ്പോൾ അയാളുടെ തലച്ചോറിലെ ചൂട് കാലിൽ പടർന്നു കയറി. ചെവിയിൽ കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നു. അച്ഛനെ അനുഭവിക്കാൻ യോഗമില്ലാത്ത കുഞ്ഞ് പിറന്നിരിക്കുന്നു മേജർ മധുപാലിന്. ആകാശത്ത് കാർമേഘങ്ങൾ കൂടുന്നു. മേഘങ്ങൾ വേഗത്തിൽ ഓടുന്നു. മഴ ഇരമ്പി വീഴാൻ കിതയ്ക്കുന്നു. ഇന്ന് രാത്രി ഉറുമ്പായി മന്നാടിയാരുടെ തലച്ചോറിലേക്ക് ഭ്രാന്തിന്റെ മന്ത്രവിത്തുകൾ പാകാൻ ഒരു തല വേണം. ബുദ്ധിയും കരുത്തും ചിന്തയുമുള്ള തല. കയ്യിലിരുന്ന മൂർച്ചയേറിയ വാൾ കൊണ്ട് മേജർ മധുപാലിന്റെ തല വെട്ടിയെടുത്ത് കയ്യിൽ തൂക്കിപ്പിടിച്ച് അകത്തേക്ക് നടന്നു ആർദ്ര, അല്ലെങ്കിൽ അമൃതവല്ലി. പുറത്ത് മഴ ഇരമ്പി വീണു. ഇടി മുഴങ്ങി. മിന്നൽ പിണർ വീണു. വെറും നിശബ്ദ സാക്ഷിയായി വരാൻ പോകുന്ന ഒരു ഭീകര വിപത്ത് മുൻപിൽ കണ്ട് പ്രപഞ്ചം മരവിച്ചു നിന്നു. ഇരുട്ട് മൂടിക്കിടക്കുന്ന നാഗമ്പടം കൊട്ടാരത്തിന് പുറത്ത് മിന്നാമിനുങ്ങുകൾ വട്ടമിട്ട് പറക്കുന്നു. സുന്ദരികളും സുന്ദരന്മാരുമായ നക്ഷത്രങ്ങളെപ്പോലെ. തുറന്നിട്ട ജനാലയിലൂടെ വീൽചെയറിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ആർദ്ര. പ്രപഞ്ചത്തിന്റെ നഗ്ന നേത്രങ്ങൾക്ക് അവൾ ആർദ്രയോ അമൃതവല്ലിയോ അറിയില്ല. ഒന്നും അറിയില്ല. ആർദ്ര മേഡം, ബാരിസ്റ്റർ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ ആർദ്ര ചോദിച്ചു. ഗുണ ഉണരാനുള്ള സമയമായിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്, സ്വാമി വിനയത്തോടെ പറഞ്ഞു. അവർക്കിടയിൽ ഒരു നിശബ്ദത നിഴലായി നിന്നു. സ്വാമി, താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഗുണയും ഗണയും അവരുടെ ഭൂതകാലങ്ങൾ മെല്ലെ മെല്ലെ ഓർത്തെടുക്കൂ. ആർദ്രയുടെ മന്ത്രശക്തിയിൽ സ്വാമിക്ക് സംശയമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ മേജർ മധുപാലിന്റെ ശവകുടീരം കാട്ടുമ്പോൾ, അതും പരസ്പരം ജീവന്റെ ജീവനായി ജീവിച്ച 2 പേര് മരിച്ചുവെന്ന് വിശ്വസിപ്പിക്കാൻ കഴിയാതെ വരുമോ എന്നെനിക്കൊരു ഭയം ഉണ്ടാകുന്നു മേഡം. അതും ലോകമറിയുന്ന 2 പേർ. പോരാത്തതിന് ഇവരുടെ ശരീരം തേടി വന്ന ഒരു മിലിറ്ററി ഗ്രൂപ്പ് തന്നെ മരണം പുലുകിയത് ഓർക്കുമ്പോ ആർദ്ര പൊട്ടിച്ചിരിച്ചു. മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടരുത് ബാലിസ്റ്റർ സ്വാമി. മരണം മടക്കയാത്രയില്ലാത്ത തീർത്ഥയാത്രയാണ്. ഈ ആർദ്ര ആരെന്ന് അറിയിക്കും ഞാൻ. സ്വാമി, നിങ്ങൾ ഗുണയെ കണ്ണുമൂടിക്കെട്ടി മേജർ മധുപാലിന്റെ ശവക്കല്ലറയുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ എൻ്റെ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങട്ടെ. ബാലിസ്റ്റർ ഒന്നും മിണ്ടാതെ തലയാട്ടി നടന്നുപോയി. പിശാചുക്കൾ രാത്രിക്കായി കാത്തിരിക്കുന്നു. ചില പുതിയ ശരീരങ്ങൾ ചിലപ്പോൾ അവരെ തേടി വരും. ഇല്ലെങ്കിൽ ഇരുട്ടിൽ പതുങ്ങി നിന്ന് ദശാസന്ധി അവസാനിക്കുന്ന ഏതെങ്കിലും മനുഷ്യജന്മത്തിന്റെ ശരീരത്തിൽ അഭയം തേടും. ആർദ്രയുടെ മായാ ശരീരമുള്ള അമൃതവല്ലി എഴുന്നേറ്റു. പിന്നെ നിലാവിനെ നോക്കി. മേഘങ്ങൾ മൂടിപ്പായുന്ന പൂർണ്ണചന്ദ്രൻ.
പെട്ടെന്ന് പൂർണ്ണചന്ദ്രനിൽ ഒരു അശുഭ ലക്ഷണം കണ്ടു. ഞെട്ടിത്തിരിഞ്ഞു ആർദ്ര. ആരോ വേഗത്തിൽ ഗോവണി ഓടിയിറങ്ങി വരുന്ന ശബ്ദം. ആർദ്ര വേഗത്തിൽ കസേരയിലേക്ക് ഇരുന്നു. കിതച്ചുകൊണ്ട് എത്തി. ഗുണ വന്നു നിൽക്കുന്നു. അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു, ഞാൻ എവിടെയാണ്? ഗുണമന്നാടിയാർ, ആർദ്ര സ്നേഹത്തോടെ വിളിച്ചു. നോക്കൂ, ദേ ഇവിടെ, നിന്റെ ആർദ്രയുടെ അടുത്താണ് നീ. ഞെട്ടിത്തിരിഞ്ഞ് ഗുണ വേഗത്തിൽ ആർദ്രയുടെ അടുത്തേക്ക് വന്ന് പകച്ചു നിന്നു. അയാളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിക്കുന്നതും പിന്നെ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുന്നതും കണ്ട് ആർദ്ര അവളുടെ നീണ്ട മിനുസമുള്ള വിരലുകൾ ഗുണയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഗുണ, എന്റെ പ്രിയനെ, നീ ഓർക്കുന്നില്ലേ എന്നെ, ഈ ആർദ്രയെ? അടുത്ത നിമിഷം ഗുണ അല്പം കൂടി അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ആർദ്ര, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഗുണ ഭ്രാന്തമായി അലറിക്കൊണ്ട് പിന്നിലേക്ക് മാറി. അയാളുടെ മുഖത്ത് വിയർപ്പ കണങ്ങൾ പൊടിഞ്ഞു. ഭീതി കൊണ്ട് അയാൾ തളരുകയാണെന്ന് ആർദ്രയ്ക്ക് തോന്നി. അവൾ കൈകൊണ്ട് വീൽ ചെയർ കറക്കി ഗുണയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, ഗുണമന്നാടിയാർ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഒരിക്കലെന്നോ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നിറങ്ങിയ വികലാംഗയായ ആർദ്ര തന്നെയാണ് ഞാൻ. നിങ്ങളെ രണ്ടാളും സ്നേഹിച്ച ഒരു പാവം പെണ്ണ്. നിങ്ങൾ എന്നെ ഓർത്ത് വരച്ച ചിത്രങ്ങൾ, കണ്ട സ്വപ്നങ്ങൾ. ഒരു നല്ല പ്രഭാതം പോലും സ്വപ്നം കാണാൻ പറ്റാത്ത എന്നെ അരക്കെട്ട് തകർന്നുപോയ ഈ പാവം പെണ്ണിന്റെ മനസ്സ് കണ്ട വലിയ മനുഷ്യരാണ് നിങ്ങൾ. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളുടെ മുത്തച്ഛൻ ഉറുമ്പായി മന്നാടിയാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരിക്കൽ പോലും ഈ നാഗപടം കൊട്ടാരത്തിന്റെ നിഗൂഢതയിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രപഞ്ചം എന്നെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് നിങ്ങളെ എൻ്റെ കൈവെള്ളയിൽ കൊണ്ടു തന്നിട്ട് പ്രപഞ്ചശക്തി പറഞ്ഞു, ആർദ്ര, നീ മനസ്സാലെ നിന്നെ സ്നേഹിച്ച ഗുണയും ഗണയും നീ എടുത്തോളാൻ. എന്റെ ഗണ എവിടെ? ആകാംക്ഷയോടെ ഗുണ ചോദിച്ചു. തേങ്ങിപ്പോയി ആർദ്ര. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഗുണ പരിസരം മറന്ന് ആർദ്രയുടെ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തി നിന്ന് ചോദിച്ചു, ആർദ്ര, നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ ഓർക്കുന്നു, നിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. എൻ്റെ ബോധത്തിൽ അത് മാത്രമേ ഇപ്പോൾ തെളിയുന്നുള്ളൂ. ഏതോ ഒരു അജ്ഞാത ശക്തി ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിന്റെ മുഖം നിരന്തരം തെളിയിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ നിന്റെ ചിത്രം വരച്ചു. അതെ, എൻ്റെ ഓർമ്മകൾ മെല്ലെ മെല്ലെ തെളിയുന്നു. അമീർ പുരോഹിത്, ജ്യോതിഷത്തിലും നിഗമനശാസ്ത്രത്തിലും അഗ്രഗണ്യനായ അമീർ പുരോഹിത് പറഞ്ഞു, നിങ്ങൾ അരക്കെട്ട് തകർന്ന ഒരു പെണ്ണിനെ കണ്ടെത്തും. അവൾ നിങ്ങൾക്ക് സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതവും തരുമെന്ന്. ആർദ്ര നിറഞ്ഞ കണ്ണുകളോടെ ഗുണയെ നോക്കി. എന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഗുണ? പ്രസവിക്കാനും മുലയൂട്ടാനും കഴിവില്ലാത്ത, തലമുറകളെ സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ലാത്ത ഒരു പാവം പെണ്ണ്. എന്നെ നിങ്ങൾക്ക് മറക്കാൻ കഴിയട്ടെ ഗുണ? ഇല്ല, എനിക്ക് എത്രയും വേഗം എൻ്റെ ഗണയെ കണ്ടെത്തണം. ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ഞങ്ങൾക്കൊപ്പം നീ നടക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, വളർത്തും. ഞങ്ങളുണ്ടാക്കുന്ന സ്വർണ സിംഹാസനത്തിൽ നീ രണ്ടുപേർ കെട്ടിയ ഒരു താലിയുമായി ഇരുന്നാൽ മതിയാകും. ഗുണ, ആർദ്ര തേങ്ങിപ്പോയി. പുരുഷന് പെണ്ണിന്റെ ബാഹ്യ ശരീരത്തെക്കുറിച്ച് മാത്രമേ അറിയൂ. അവരുടെ മാംസളമായ ശരീരത്തോട് തോന്നുന്ന, അല്ലെങ്കിൽ പുരുഷന് ആകർഷണം തോന്നുന്ന ഒന്നിൽ അവൻ പിടിമുറുക്കും. എനിക്ക് അറിയാം. നിങ്ങൾ ഭ്രമിച്ചത് ഈ ആർദ്രയുടെ തേജസ്സായ മുഖം, പിന്നെ നിഗമനശാസ്ത്രത്തിൽ ചോദ്യം ചെയ്യാത്ത വക്താവായ നിങ്ങളുടെ അമീർ പുരോഹിത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച എൻ്റെ ഭാഗ്യലക്ഷണ മുഖത്തിന്റെ ഒരു ജന്മവിശകലനം. ഗുണ ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാനും എൻ്റെ പ്രിയ സഹോദരൻ ഗണയും അങ്ങനെയാണ്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് സമയം കളയില്ല. എനിക്ക് ഇനി ഒന്നേ അറിയേണ്ടൂ. ആർദ്ര അതിന് മറുപടി പറഞ്ഞു, എനിക്കറിയാം നിന്റെ ജീവന്റെ ജീവനായ സഹോദരൻ ഗണ എവിടെയാണെന്ന്. അതെ, അവൻ എവിടെയാണ് ആർദ്ര? ഒരു നിമിഷം നിശ്ചലയായി ഇരുന്നു ആർദ്ര. എന്നിട്ട് ഗുണയുടെ പാറിപ്പറന്ന തലനാരുകളിൽ തലയോടി. അവന്റെ മുഖം പിടിച്ചു ഉയർത്തി. അവന്റെ നീണ്ട നാസികയിൽ നിന്ന് വന്നു പോകുന്ന ശ്വാസോച്ഛ്വാസത്തിൽ ചൂണ്ടുവിരൽ കൊണ്ട് വെറുതെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗുണ,
ഏത് നിമിഷത്തിലാണ് നമ്മുടെ ഈ ശ്വാസം നിലയ്ക്കുന്നതെന്ന് നിനക്ക് അറിയോ? ഇല്ല ആർദ്ര. അറിയണം ഗുണ. ഈ ലോകത്തിലെ സകല ഭൗതിക സുഖങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കും. നമ്മൾ അറിയാതെ നമ്മുടെ ഈ നശിച്ചു പോകുന്ന ശരീരത്തിനുള്ളിൽ നിന്ന് വന്നു പോകുന്ന ഈ രൂപമില്ലാത്ത ശ്വാസത്തെക്കുറിച്ച് മാത്രം നാം ചിന്തിക്കുന്നില്ല. ആർദ്ര, ഗുണ വിളിച്ചു. നീ എന്തിന് ഇപ്പോൾ ഇതൊക്കെ പറയുന്നു? എന്റെ ഗണയെവിടെ? ഈ സമയം മുകളിൽ നിന്ന് കിതച്ചുകൊണ്ട് ഓടി വന്ന ബാരിസ്റ്റർ സ്വാമി ആർദ്രയുടെ മുൻപിൽ ഭയത്തോടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ ഉണർത്തി കണ്ണുകെട്ടാൻ തുടങ്ങുകയായിരുന്നു. പ്രതീക്ഷിക്കാതെ ഇദ്ദേഹം എന്റെ കൈ തട്ടി മാറ്റി എന്നെ ഇടിച്ചു നിലത്തിട്ട് ഓടിപ്പോവുകയായിരുന്നു. കുറച്ചു നേരത്തേക്ക് എനിക്ക് എന്റെ ബോധം തിരിച്ചു കിട്ടിയില്ല. ആർദ്ര മാഡം ക്ഷമിക്കണം. ആർദ്ര ചിരിച്ചു. ബാരിസ്റ്റർ സ്വാമി, ഗുണ പറയുന്നത് കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കരുത് എന്നാണ്. താങ്കൾ ഗുണയെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഗണയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. കൂടുതൽ ഒന്നും പറയാൻ നിൽക്കാതെ ആർദ്ര തന്റെ വീൽചെയർ കറക്കി അപ്പുറത്തേക്ക് പോയി. ഗണ, ആർദ്രയുടെ കളികൾ തുടങ്ങുന്നു. ഗണയുടെ ശവകുടീരം കാട്ടാൻ ഗുണയെയും കൂട്ടിക്കൊണ്ടു പോകാൻ ആർദ്ര പറഞ്ഞിരിക്കുന്നു. ചതുരംഗ പലകയുടെ കളങ്ങൾ തെറ്റിച്ചുള്ള കളി. ആർദ്രയുടെ കണക്കുകൾ ആർദ്രയ്ക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? എനിക്ക് എന്റെ ഗണയെ കാണണം. ഒരു നിമിഷം നിശ്ചലനായി നിന്നിട്ട് ബാരിസ്റ്റർ സ്വാമി നടന്ന് ജനലയ്ക്കലടുത്തേക്ക് ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കി. തലവെട്ടി എടുത്ത ശേഷം അടക്കം ചെയ്ത മേജർ മധുപാലിന്റെ ശവകുടീരം അത് ഗണയുടേതാണെന്ന് വിശ്വസിപ്പിക്കണം. ഇയാൾ അത് വിശ്വസിക്കുമോ ആവോ? കാലത്തെ വില്ലുന്ന ബുദ്ധിയുള്ള മന്നാടിയാരുടെ കുടുംബത്തിൽ പിറന്ന യുവാക്കളാണ് ഗുണയും ഗണയും. പ്രപഞ്ചമേ, നീ കാക്കുക. ഗുണസാർ വരിക. ബാരിസ്റ്റർ ബഹുമാനത്തോടെ മുന്നിൽ നടന്നു. പിന്നാലെ ഗുണയും. ഗണയെ കാണാൻ, ഗുണയോടൊപ്പം ആർദ്രയോടൊപ്പം ജീവിച്ചു തീർക്കാനുള്ള വരുംകാല സ്വപ്നങ്ങളുടെ ഉല്ലാസ ജീവിതത്തിന്റെ കണക്കുകൾ കൂട്ടിക്കൊണ്ട് അവർ ആ മുറിയിൽ നിന്ന് നടന്നു മറഞ്ഞപ്പോൾ ആർദ്ര പകയോടെ ചുവരിലെ കീറിപ്പറഞ്ഞ ഉറുമ്പായി മന്നാടിയാരുടെ ചിത്രത്തിലേക്ക് നോക്കി. അപ്പോൾ എവിടെ നിന്നെന്നില്ലാത്ത വിധം ദൂരെ നായ്ക്കൾ മോങ്ങിക്കരഞ്ഞു. കുറുനരികൾ നീട്ടി ഓലിയിട്ടു. ആർദ്രയുടെ കണ്ണുകൾ ചുവന്നു. അവൾ കിതച്ചു. അവളിലെ സൗമ്യഭാവം മെല്ലെ മറഞ്ഞ് മുഖം വൈകൃതമായി. കണ്ണിൽ നിന്ന് ചുടുചോര ഒഴുകി. പല്ലുകൾ കൂർത്ത് പുറത്തേക്കിറങ്ങി. അവളുടെ നാവ് പുറത്തേക്ക് നീണ്ട് അഗ്നി പടർത്തി. ചുവരിലെ ഉറുമ്പായി മന്നാടിയാരുടെ എണ്ണച്ചായ ചിത്രം കത്തിച്ചാമ്പലാക്കി വീഴ്ത്തി. അത് കണ്ട് പകയടങ്ങിയതുപോലെ ആർദ്ര പൊട്ടിച്ചിരിച്ചു. പൂർവ്വരൂപം പ്രാപിച്ചു. ആർദ്ര. ഗൗതമന്റെ ഉറപ്പുള്ള ശബ്ദം കേട്ട് ആർദ്ര തിരിഞ്ഞു നോക്കി. ജയിക്കാനുള്ള കളികൾ, പക്ഷെ തോറ്റാൽ എന്താകുമെന്ന് അറിയോ? ഗൗതം, നീ എന്റെ അടുത്തേക്ക് വരൂ. ഗൗതം ആർദ്രയുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ തോൽവിക്കും ജയത്തിനും പ്രസക്തിയില്ല. ഒരാളെ കൊന്നതുകൊണ്ട് മറ്റൊരാൾക്ക് വേദനിക്കുമെങ്കിൽ അതാണ് ശക്തി. ശത്രുവിനെ കൊല്ലരുത്. ശത്രുവിന്റെ മിത്രത്തെ കൊല്ലുക. കൊന്നാൽ അവൻ പോയി വീണ്ടും മോക്ഷപ്രാപ്തി നേടി പുനർജനിക്കും. പകയെന്നത് പകരം വെച്ച് കളിക്കേണ്ടതാണ്. ഗണ, നിന്റെ മുറിയിൽ സുരക്ഷിതനാവും അല്ലേ? അതെ, ഗൗതം മെല്ലെ പറഞ്ഞു. എന്നാൽ നീ എന്നെ ആ മേജർ മധുപാലിന്റെ ശവകുടീരത്തിന് അടുത്തേക്ക് കൊണ്ടുപോകൂ. ആ ശവകുടീരം തന്റെ കൂടപ്പിറപ്പായ ഗണയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് ഗുണ നിന്നലറുന്നത് നിനക്ക് കാണാം. അവന്റെ കണ്ണീർ വീണ് ഈ നാഗമ്പടം മുറ്റത്ത് ഉറഞ്ഞുപോയ എന്റെ പൂർവികരുടെ അസ്ഥികഷ്ണങ്ങൾ തളിർക്കണം. അത് വൻ വൃക്ഷമായി വളർന്ന് കാലത്തെ അതിജീവിച്ച് ഈ നാഗമ്പടം കൊട്ടാരത്തിന്റെ കാവൽക്കാരാവണം. ഗൗതമൻ, നീ എന്നെ നമ്മൾ ബുദ്ധിപൂർവം ഉണ്ടാക്കിയെടുത്ത ആ ശവകുടീരത്തിനടുത്തേക്ക് കൊണ്ടുപോകൂ. ഗൗതമൻ ആർദ്രയിരുന്ന വീൽചെയർ തള്ളിക്കൊണ്ട് ഗുണയും ബാരിസ്റ്റർ സ്വാമിയും പോയ ഗണയുടേതെന്ന് പറയുന്ന ശവകുടീരത്തിന് അടുത്തേക്ക് പോയി. ബാരിസ്റ്റർ ഒന്നേ പറഞ്ഞുള്ളൂ, ചതുപ്പിൽ തകർന്നു വീണ വിമാനം. അതിൽ നിന്ന് ആർദ്ര മന്ത്രശക്തിയാൽ നിങ്ങളെ രക്ഷപ്പെടുത്തി. പക്ഷേ ഗണ മരിച്ചുപോയി. ആ ശവകുടീരത്തിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് ഗുണ അലറിക്കരഞ്ഞു. ഇരുട്ടിൽ നിഴലുകൾ പോലെ നിന്നു ബാരിസ്റ്റർ സ്വാമിയും ആർദ്രയും ഗൗതമനും. നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഗുണ ആർദ്രയുടെ കാൽക്കലേക്ക് വീണു. എന്റെ ഗണ, എന്റെ ഗണ, അവനെ എടുത്തിട്ട് എനിക്ക് എന്തിന് ജീവൻ തന്നു? എനിക്ക് അവനില്ലാതെ ജീവിക്കാനാവില്ല. എന്നെ കൂടി ആ ചതപ്പിലേക്ക് വലിച്ചെറിയൂ ആർദ്ര. ഗുണ, ആർദ്ര വിളിച്ചു. ഗുണ മുഖമുയർത്തി നോക്കി.
ആർദ്ര പറഞ്ഞു. ഗുണ, അവൻ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു നിന്നെ ജീവനെ പോലെ സ്നേഹിക്കണമെന്ന്. അവന് ഞാൻ കൊടുക്കുന്ന സ്നേഹം കൂടി നിനക്ക് തരണമെന്ന്. തേങ്ങിപ്പോയി ഗുണ. അതെ, കഴിഞ്ഞ ജന്മത്തിലെ സ്നേഹം ഈ ആർദ്രയിൽ ഉറഞ്ഞു കിടക്കുന്നു. അതും ഗണ നിനക്ക് തരാൻ പറഞ്ഞു. സ്നേഹവും സാന്ത്വനവും കരുതലും ഈ ആർദ്ര നിനക്ക് തരുന്നു. പ്രപഞ്ചം കനിഞ്ഞാൽ എനിക്ക് നിന്നിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കും. അത് നിന്റെ ഈ ഗണയുടെ പുനർജന്മമാവില്ലെന്ന് നമുക്ക് കരുതാനാകുമോ? ആർദ്ര, നീ, നിന്റെ ജീവൻ മാത്രം. ആർദ്രയുടെ മുന്നിൽ ബോധമറ്റ് വീണു യുവ കോമളന്മാരിൽ ഒരാളായ ഗുണ മന്നാടിയാർ. അവന്റെ മുഖത്തേക്ക് വെറുപ്പോടെ ആട്ടിത്തുപ്പിയിട്ട് ഗൗതമനോട് പറഞ്ഞു ആർദ്ര. ഗൗതം, എന്റെ മുൻപിൽ നിന്ന് വലിച്ചു മാറ്റുക ഈ നശിച്ച പിശാചിനെ. അത് കേട്ട് ഗൗതം മരവിച്ചു നിന്നു. പ്രപഞ്ചവും ഉറുമ്പായി സൗധത്തിന്റെ ഭൂമിക്കടിയിൽ ചിത്രപ്പണികളോടെ പണിതുയർത്തിയ വിശാലമായ ഹോമപുര, മനുഷ്യൻ കടക്കാൻ അറയ്ക്കുന്ന മഞ്ഞുഗുഹ, നടുവിൽ അഗ്നി കത്തിപ്പടരുന്നു. അനന്തൻ നായർ ഹോമാഗ്നിക്ക് മുന്നിൽ ഇരിക്കുന്ന ഉറുമ്പായിയെ നോക്കി അഗസ്റ്റിൻ പൈലോ അപ്പുണ്ണിയോട് ചോദിച്ചു. പൈലോ, ഈ മന്നാടിയാർക്ക് ശരിക്കും പ്രായം എത്രയായിട്ടുണ്ടാവും? ഇല്ല നായരെ, മന്നാടിയാർക്ക് പ്രായമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മനസ്സിലുറപ്പിക്കാം. അല്ല നായരെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഉറുമ്പായിയെ ഈ ഹോമാഗ്നിക്ക് മുന്നിൽ ഞാൻ കാണുന്നത് ആദ്യ. ഗുണയുടെയും ഗണയുടെയും മരണം ഉറപ്പിച്ച ശേഷം ഉറുമ്പായി മന്നാടിയാർ വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ഇന്നലെ രാത്രി മുഴുവൻ ഗുണയുടെയും ഗണയുടെയും മുറിക്കുള്ളിൽ എന്തോ തിരയുകയായിരുന്നു. ചിരിച്ചു അനന്തൻ നായർ. നീ പറഞ്ഞത് സത്യമാണ് പൈലോ. ഗുണയുടെയും ഗണയുടെയും ചിത്രശാലയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. പക്ഷേ ആ വികലാംഗയായ വീൽചെയറിലിരിക്കുന്ന പെണ്ണില്ലേ, നാഗപടം കൊട്ടാരത്തിലെ ആർദ്ര, ഗുണയും ഗണയും വരച്ച അവളുടെ ചിത്രങ്ങൾ മുഴുവൻ ഇന്നലെ രാത്രി തന്നെ ഈ ഹോമാഗ്നിയിൽ കൂട്ടിയിട്ട് കത്തിച്ചു. പൈലോയ്ക്ക് അത് പുതിയ അറിവായിരുന്നു. അനന്തൻ നായരുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് പൈലോ പറഞ്ഞു. അവൾ മനുഷ്യസ്ത്രീയല്ല നായരെ, പിശാച. അവൾ പ്രേതമായി ഈ ഉറുമ്പായി സൗധത്തിന്റെ പല ദിക്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഉറുമ്പായി ശരിക്കും ആഗ്രഹിച്ചത് എന്തായിരിക്കും? ആർദ്ര ഇവരെ രണ്ടാളെയും വിവാഹം കഴിക്കട്ടെ എന്നായിരിക്കുമോ? പൈലോ, ഉറുമ്പായിയുടെ ചിന്തകൾക്ക് നിർവചനം കണ്ടെത്താൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം നശിക്കും. നാം ഏറാം മോളിൽ നിന്ന് ജീവിച്ചു പോവുക, അതും നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മാത്രം. ഉറുമ്പായി ചെയ്തു കൂട്ടുന്ന പാവത്തിന്റെ 6ൽ 1 അംശം നമ്മിലും വന്നു ചേരുമെന്ന് അമീർ പുരോഹിത് പറഞ്ഞു. സഹിക്കുക തന്നെ, അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഉറുമ്പായിക്ക് മുന്നിൽ ഹോമാഗ്നി ആളിക്കത്തുന്നു. അഗ്നിയുടെ ലക്ഷണം നോക്കിയിരിക്കുകയാണ് അമീർ പുരോഹിത്. ഉറുമ്പായി തിരിഞ്ഞു നോക്കി. അനന്തൻ നായരും പൈലവും അടുത്തേക്ക് ചെല്ലാൻ തുനിഞ്ഞപ്പോൾ പുറം കൈകൊണ്ട് അവരോട് പുറത്തേക്ക് പോകാൻ ആംഗ്യം കാട്ടി. അനന്തൻ നായരും പൈലവും തല താഴ്ത്തി മുകളിലേക്ക് ഗോവണി കയറിപ്പോയി, രക്ഷപ്പെട്ട പോലെ. അമീർ. ഉറുമ്പായി അമീറിന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അമീർ പുരോഹിത് തലയുയർത്തി നോക്കിയില്ല. അയാൾ മുന്നിൽ കത്തുന്ന അഗ്നിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നിയെ നിയന്ത്രിക്കുന്ന ആർദ്ര, ആകാശം നോക്കി വായുവിന്റെ വേഗം അളക്കുന്ന ആർദ്ര. അഗ്നിയുടെ ലക്ഷണത്തിൽ ആർദ്ര മരിച്ചിരിക്കുന്നു. പക്ഷേ അഗ്നിയിൽ അവളുടെ ശ്വാസോച്ഛ്വാസം കേൾക്കുന്നു. നാഗപടം കൊട്ടാരത്തിന് ചുറ്റും അവൾ മാന്ത്രിക വലയം സൃഷ്ടിച്ച് ഏതോ ഒരു കർമ്മം ചെയ്യുന്നു. എല്ലാം നിഗമനങ്ങളാണ് ഉറുമ്പായി. അക്കങ്ങൾ നിരത്തി വെച്ചാൽ മാത്രം പോരാ, കൂട്ടണം, കുറയ്ക്കണം, ഗുണിക്കണം. അക്കങ്ങൾ ഒന്നാണ്, ഗുണിതങ്ങൾ പലതും. ആർദ്ര അഗ്നിയിൽ വരുന്നില്ല. ഉറുമ്പായിയുടെ ശരീരം വലിഞ്ഞു മുറുകി, കണ്ണുകൾ ചുവന്ന് ചുണ്ടുകൾ വിറച്ചു. അയാൾ അലറിക്കൊണ്ട് തന്റെ ബലവത്തായ കൈകൾ മുറുക്കി ഹോമകുണ്ഠത്തിന്റെ പടിക്കെട്ടിൽ കൈ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. അമീർ, നീ എന്താണ് എന്നെ മറയ്ക്കുന്നത്? അമീർ ഇടതു കൈകൊണ്ട് നീണ്ടു നിവർന്ന തന്റെ താടിരോമങ്ങൾ ശാന്തമായി തലോടി വീണ്ടും അഗ്നിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉറുമ്പായി മന്നാടിയാർ അഗ്നിയിൽ കാണുന്നത് ഞാൻ പറയാം. താങ്കൾ ശാന്തനാകുമെങ്കിൽ മാത്രം. ഉറുമ്പായി അസ്വസ്ഥനായി ചുറ്റും നോക്കി. അമീർ, സത്യം പറയണം. എന്റെ കുട്ടികൾ ഗുണയും ഗണയും ഈ ഭൂമി വിട്ടു പോയിട്ടില്ലേ? ചിരിച്ചു അമീർ. ഏത് ഉത്തരമാണ് താങ്കൾക്ക് വേണ്ടത്? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉറുമ്പായി മന്നാടിയാർ ഒന്ന് വട്ടം കറങ്ങി എഴുന്നേറ്റു. പിന്നെ കൈ പിന്നിലാക്കി നെഞ്ചു വിരിച്ചു നിന്ന് മേൽപോട്ട് നോക്കി.
ആ സമയം മന്നാടിയാരുടെ മുഖത്ത് ചോര തുടിച്ചു. ഉറുമ്പായി എന്തോ സ്വയം ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഗൂഢമായ സത്യം പുറത്തുവിടാൻ പോകുന്നു. അയാൾക്ക് അത് എന്നോട് പറയാതെ പറ്റില്ല. മനുഷ്യപ്പറ്റില്ലാത്ത കഴുകൻ. കത്തുന്ന ഹോമാഗ്നിയിലേക്ക് ഒരു പിടി കുന്തിരിക്ക പൊടിയിലും സുഗന്ധ തൈലത്തിലും മുക്കിയ ചമത വലിച്ചെറിഞ്ഞുകൊണ്ട് അമീർ പുരോഹിത് പറഞ്ഞു, ഉറുമ്പായി, ആർദ്രയെ നാഗമ്പടം കൊട്ടാരത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുക. അഗ്നി കൊണ്ടും ജലം കൊണ്ടും വായു കൊണ്ടും ആകാശവും ഭൂമിയും തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ആ മഹാമന്ത്രവാദിനി ആർദ്ര. അമീർ. അമ്പേറ്റ മൃഗത്തെ പോലെ ഉറുമ്പായി ഒന്ന് പുളഞ്ഞു നിവർന്നു. ഈ ഉറുമ്പായിയെ അവൾക്ക് അറിയില്ല. ഉറുമ്പായി, ഈ ഭൂമിയിൽ ഒരാൾക്ക് നിങ്ങളെ അറിയൂ. അത് ആർദ്രയ്ക്ക് മാത്രമാണ്. അമീർ. ഉറുമ്പായി കോപം കൊണ്ട് വിറച്ചു. ഉറുമ്പായി, നിങ്ങൾ ജ്വലിച്ചിട്ട് കാര്യമില്ല. ഈ രാജ്യത്തിന്റെ കിരീടം വയ്ക്കാത്ത സിംഹാസനത്തിലിരിക്കുന്ന ഉറുമ്പായി മന്നാടിയാർ കാലം ചെയ്ത ശേഷം ഈ സമ്പത്ത് അനുഭവിക്കാൻ ആളില്ലാതായി വരുന്ന അവസ്ഥ നിങ്ങൾ മുന്നിൽ കാണുന്നില്ലേ? ഗുണയുടെയും ഗണയുടെയും എന്തിന് മെർലിന്റെ മരണത്തിൽ പോലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായി ചിലർ സൂചിപ്പിക്കുന്നു. സത്യം എന്തുമായിക്കോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എനിക്ക് തരുന്ന ധനത്തിന് നന്ദിയുള്ളവനാണ് ഞാൻ. കാണുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു പ്രവചനക്കാരൻ, അത്രമാത്രം. ഉറുമ്പായി നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സ് അലറുന്ന കടലും ചുഴിയുമാകുന്നു. കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം, കൂട്ടിക്കിഴിച്ച കണക്കുകൾ, എല്ലാം ആർദ്ര എന്ന അരക്കെട്ട് പൊങ്ങാത്ത ഒരു പെണ്ണ്. ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് ഉറുമ്പായി അമീർ പുരോഹിതനോട് പറഞ്ഞു, ഞാൻ നാഗമ്പടം കൊട്ടാരത്തിലേക്ക് പോകും. അവിടുത്തെ ഒരു വഴിയും എനിക്ക് അറിയാത്തതല്ല. അവളെ ഞാൻ ആ വീൽ ചെയറിൽ നിന്ന് വലിച്ച് നിലത്തിടും. രണ്ടായി കീറി ഞാൻ പലരെയും ചവിട്ടി താഴ്ത്തിയ ആ പഴയ കുതിര ചാണകക്കുഴിയിൽ തന്നെ കത്തിച്ചു തീർക്കും. ഇല്ല ഉറുമ്പായി, നടക്കില്ല. നിങ്ങളിതാ അഗ്നിയിലേക്ക് നോക്കിക്കോളൂ. 180 സെക്കൻഡിനുള്ളിൽ ഈ അഗ്നിയിൽ ഒരു കാഴ്ച കാണും. ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദർശനം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ഞാൻ നിങ്ങളുടെയും ആർദ്രയുടെയും പൂർവജന്മം അഗ്നിയിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്. ഞാൻ കോട്ടവാതിൽ പോലെ ഹോമപുര വാതിലടച്ചു പോവുകയാണ്. പുറത്ത് ഞാൻ ധ്യാനത്തിലുണ്ടാവും. ഉണരുമ്പോൾ ഞാൻ വാതിൽ തുറക്കും. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ. ഉറുമ്പായിയുടെ മറുപടിക്ക് കാക്കാതെ അമീർ പുരോഹിതൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്ന് ആ ഉരുക്കുവാതിൽ വലിച്ചടച്ചു പോയി. ഹോമപുരയിൽ ഉറുമ്പായി ഒറ്റയ്ക്കായി. ഉറുമ്പായി സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. ഈ തലച്ചോർ നിറയെ കാലത്തെ വെല്ലുന്ന മന്ത്രങ്ങളാണ്. ഈ സിരകളിലൂടെ ഒഴുകുന്നത് ഭൗതിക സുഖത്തിന്റെ ലഹരിച്ചോരയാണ്. എന്റെ ഭൂമി, എന്റെ ആകാശം, ഈ ലോകത്തിലെ സർവ്വതും എനിക്ക് വേണം. എനിക്ക് മാത്രം അവകാശപ്പെട്ട രതി ലഹരികൾ. പെട്ടെന്ന് ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് അഗ്നിയിലേക്ക് നോക്കി ഉറുമ്പായി. അവിടെ കണ്ടു അഗ്നിയിൽ ആർദ്രയുടെ മുഖമുള്ള അമൃതവല്ലി എന്ന രാജകുമാരി. അത് രൂപാന്തരം പ്രാപിക്കുന്നു. ആർദ്ര അമൃതവല്ലിയാകുന്നു. ആര് നീ? ധൈര്യത്തോടെ ഉറുമ്പായി ചോദിച്ചു. ഓർമ്മയില്ലേ നിനക്ക് എന്നെ? ഒന്നുകൂടി സൂക്ഷിച്ചു നോക്ക്. ഈ കണ്ണുകൾ, ഈ നാസിക, അഗ്നിയിലും വെന്തുരുകാത്ത എന്റെ പട്ടുവസ്ത്രങ്ങൾ. പിശാചേ, നീ അവൾ തന്നെ, അമൃതവല്ലി. അതെ, നാഗമ്പടം കൊട്ടാരത്തിന്റെ ശവപേടകത്തിൽ വന്ന് എന്നെ പ്രാപിക്കാൻ കാത്തിരിക്കുന്ന ഉറുമ്പായി. നിനക്ക് കിട്ടിയ ശാപം പോലെ നിനക്ക് ഒറ്റയ്ക്ക് എന്റെ അടുത്തേക്ക് വരാനാകില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്നു. നിന്റെ ചെറുമക്കളെ നീ കൊലയ്ക്ക് കൊടുത്തു, ബുദ്ധിപൂർവം. ആർദ്ര എന്ന പെണ്ണ് ഇപ്പോഴും നിന്നെയും കാത്ത് നാഗമ്പടം കൊട്ടാരത്തിൽ ഉണ്ട്. ചെല്ല്, നിന്റെ വീര്യം നീ അവിടെ വന്ന് അവളോട് കാണിക്ക്. വെറുതെ അഗ്നി കൂട്ടി മന്ത്രം ചൊല്ലി സമയം കളയാതെ. ഞാൻ വരും നിന്റെ ആത്മാവിനെ ഉച്ചാടനം ചെയ്യാൻ. അതിന് ഉറുമ്പായി നീ ഇനിയും ജനിക്കണമെങ്കിൽ നീ മരിക്കണം. നിന്നെ കൊല്ലണമെങ്കിൽ എത്ര എളുപ്പമാണെനിക്ക്. നീ ഉണങ്ങാത്ത മുറിവുമായി, വെന്തു നീറുന്ന പുഴുക്കൾ അരിക്കുന്ന ശരീരവുമായി നീ മനുഷ്യജന്മങ്ങൾ കടന്നു പോകണം. കത്തുന്ന അഗ്നി അണയ്ക്കാൻ ഉറുമ്പായി ഒരു കുടം വെള്ളം കയ്യിലേക്ക് എടുത്ത് കോപത്തോടെ ഹോമാഗ്നിയിലേക്ക് ഒഴിച്ചു. അമൃതവല്ലിക്ക് ചുറ്റുമുള്ള ഹോമം അണഞ്ഞു പുകഞ്ഞു. അമൃതവല്ലിയെ ഹോമകുണ്ഠത്തിൽ കാണാതെ വിജയശ്രീ ലാളിതനെ പോലെ പൊട്ടിച്ചിരിച്ചു ഉറുമ്പായി. ആർദ്രയായാലും അമൃതവല്ലിയായാലും ഏത് ദുഷ്ടപിശാചായാലും കളിക്കുന്നത്
ഉറുമ്പായി മന്നാടിയാരോടാണെന്ന് ഓർമ്മ വേണം. കൊണ്ടും കൊടുത്തും ജീവിച്ച ഉറുമ്പായി ചിരി നിർത്തി എന്തോ ശ്രദ്ധിച്ചു. പാദസരത്തിന്റെ കിലുക്കം കേൾക്കുന്നു. അടങ്ങാത്ത പ്രതികാരത്തിന്റെ കുതിപ്പ് കേൾക്കുന്നു. അടങ്ങാത്ത പ്രതികാരത്തിന്റെ കിതപ്പ് കേൾക്കുന്നു. എന്തോ പിടികിട്ടിയതുപോലെ ഉറുമ്പായി ചുവരിലിരുന്ന് പരിചയം വാളും കൈക്കലാക്കി ആഞ്ഞു വീശി. ഉറുമ്പൻ ചോല, നീ? അമൃതവല്ലിയുടെ ശബ്ദം കേട്ട് ഉറുമ്പായി ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഉറക്കെ പറഞ്ഞു, ഈ ജന്മം ഞാൻ ഉറുമ്പൻ ചോലയല്ല, ഉറുമ്പായി മന്നാടിയാർ, നിന്റെ മാറ് പിളർക്കാൻ മരിക്കാതിരിക്കുന്ന ഉറുമ്പായി. ചിരിച്ചുകൊണ്ട് അമൃതവല്ലി ഉറുമ്പായിയുടെ നേരെ നടന്നു ചെന്ന് നിന്നു. മാറ് കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഉറുമ്പായി, നീ എന്റെ മാറ് പിളർന്നോളൂ. എന്നിട്ട് എന്റെ മുന്നിൽ നിനക്ക് മരിച്ചു വീഴാനാകുമെങ്കിൽ എന്റെ ബോധത്തിന് മോക്ഷം കിട്ടും. കൊല്ലടാ ഉറുമ്പായി. ഒരിക്കൽ നീ എന്നെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി. ഇപ്പോ ഇതാ ചങ്കൂറ്റത്തോടെ നീ എന്റെ മുന്നിൽ നിന്ന് വെട്ടി വീഴ്ത്തു. ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം പകച്ചു നിന്നു ഉറുമ്പായി. മെല്ലെ പിന്നിലേക്ക് നടന്ന് അമൃതവല്ലിയെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. അമൃതവല്ലി രാജകുമാരിയുടെ കണ്ണുകൾ പുകഞ്ഞു. ചുവന്ന ചുണ്ടിലൂടെ ചോര ഒലിച്ചിറങ്ങി. ഹോമപ്പുരയ്ക്കുള്ളിൽ ഒരുതരം ഭീകരതയുടെ മുഴക്കങ്ങൾ വന്നു മൂടി. വേഷം കെട്ടി എന്നോട് വേണ്ട പിശാചേ, നിന്നെ ഞാൻ മോഹിച്ചതാ. ഈ ഉറുമ്പായി സൗധത്തിന്റെ മേൽമണ്ണിലൂടെ നിനക്ക് നടന്നു കയറാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഭൂമിക്കടിയിലൂടെ എന്റെ മുന്നിലെത്തി. ചാകാൻ തയ്യാറായിക്കൊള്ളിൻ. ഉറുമ്പായി, കഴിഞ്ഞ ജന്മത്തിൽ നീ എന്നെ എന്താ ചെയ്തതെന്ന് അറിയോ? അമൃതവല്ലി കോപം കൊണ്ട് ഉറക്കെ ചോദിച്ചു. അറിയാം, എനിക്ക് മാത്രമേ അറിയൂ. നിന്നെ മാത്രമല്ല, നിന്നെ സ്നേഹിച്ച ഗൗളി എന്ന നർത്തകനെ, പിന്നെ എന്റെ ചെറുമക്കളായി വന്നു പിറന്ന ഗുണയും ഗണയും. അവർ കഴിഞ്ഞ ജന്മത്തിൽ അമൃതപുരം രാജാവിന്റെ സഹോദരി മക്കളായിരുന്നു. നിന്നെ പ്രണയിച്ച ഭ്രാന്തന്മാർ, അവരെ തമ്മിലടുപ്പിച്ചത് ഞാൻ തന്നെയാണ്. സേനാനായകനായ ഉറുമ്പൻ ചോല. പരസ്പരം ഇരുവരും വെട്ടിമരിച്ചു. മരിക്കുന്നതിന് മുൻപ് അവർ സത്യം മനസ്സിലാക്കി. വീണ്ടും ഈ ജന്മത്തിൽ ഒരുമിച്ച് ജനിച്ചു. നീ അമൃതവല്ലി ആർദ്രയായി. അമൃതപുരം നാട്ടുരാജാക്കന്മാരും മുഗൾ വംശജരും ആക്രമിച്ചപ്പോൾ പിതാവും വേണ്ടപ്പെട്ടവരും മരിച്ച് നീ യുദ്ധകളത്തിലിറങ്ങി. അന്ന് നിന്നെ തടഞ്ഞു നിന്നെ പ്രണയിച്ച നർത്തകൻ ഗൗളി. പക്ഷെ ഞാൻ ബുദ്ധിപൂർവം ഗൗളിയെ അമൃതപുരം രാജാവിന്റെ കാളി ഹോമത്തിലിട്ട് കത്തിച്ചു. പച്ച ജീവനോടെ അവൻ കത്തുന്നത് ഞാൻ കണ്ടു. അമൃതവല്ലി തേങ്ങിപ്പോയി. എന്റെ ഗൗളി, അവനാണ് ഈ ജന്മത്തിൽ എന്റെ മുൻപിൽ പുനർജനിച്ചു വന്നു നിൽക്കുന്ന ഗൗതമൻ. ഉറുമ്പായി ചിരിച്ചു. പുനർജന്മങ്ങളറിയാൻ നാഡീശാസ്ത്രത്തിലെ താളിവിലക്കെട്ടുകൾ മാത്രം മതി. ഒക്കെ തപ്പിപ്പെറുക്കി എടുത്തു ഞാൻ. പക്ഷേ ആ ചോദ്യ തമ്പുരാട്ടി, എന്റെ ഭാര്യയെ വന്നവൾ കുറെ ഭാഗം അഗ്നിയിലേക്ക് എറിഞ്ഞു. കത്തിക്കരിഞ്ഞ ഭാഗം ഞാൻ അനുഭവിച്ചറിയണം. അതിനുവേണ്ടി അറിഞ്ഞു കളിക്കുകയാ ഞാൻ അമൃതവല്ലി. നിന്നെ ഞാൻ പണ്ടേ ആഗ്രഹിച്ചതാ. യുദ്ധക്കളത്തിൽ രഥം തകർന്നപ്പോൾ രഥചക്രവുമായി നീ അമ്പേറ്റ് പോരാടുന്നതും ഞാൻ ഓർക്കുന്നു. ജീവനോടെ നിന്നെ പിന്നിൽ നിന്ന് നട്ടലിൽ കുത്തിവീഴ്ത്തിയ ചതിയനായ ഉറുമ്പൻ ചോല തന്നെയാണ് ഞാൻ. ഈ യുദ്ധക്കളത്തിൽ നിന്ന് ചോരയൊലിക്കുന്ന മുറിപ്പാടുകളുമായി നിന്നെ പ്രാപിക്കാൻ നിന്റെ ആത്മപ്രാണനായി ഞാൻ ഓടി. പക്ഷേ പകുതി വെന്ത ശരീരവുമായി പുറത്തിറങ്ങി നിന്റെ ഗൗളി എന്നെ കുന്തപറഞ്ഞ് വീഴ്ത്തി. യുദ്ധക്കളത്തിൽ മരണത്തിന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ നിന്നോടുള്ള മോഹം എനിക്ക് നിലനിന്നു. ഞാൻ നിന്നെ നാഗമ്പടം കൊട്ടാരത്തിനുള്ളിൽ ശരീരം നശിക്കാത്ത മഹാമന്ത്രങ്ങൾ ചൊല്ലി സൂക്ഷിച്ചു. അടുത്ത ജന്മം ജനിക്കാൻ ഞാൻ പുനർജന്മ മന്ത്രങ്ങൾ ചൊല്ലി മോഹങ്ങളോടെ ഞാൻ മരിച്ചു. പിന്നെ ആ മോഹങ്ങളോടെ ഞാൻ ജനിച്ചു. പക്ഷേ ശാപങ്ങൾ എന്നെ ഈ ജന്മത്തിൽ നിന്റെ ശവപേടകം കാണാൻ തടയിട്ടു. പിന്നെ ഇതാ നിന്റെ മുന്നിൽ ഞാൻ ഈ വാളും പരിചയം അടിയറ വയ്ക്കുന്നു. നീ എനിക്ക് കീഴടങ്ങിയാൽ മാത്രം മതിയാകും. നിന്റെ ആത്മാവിനെ ഞാൻ പൊന്നുപോലെ വൈഡൂര്യം കൊണ്ട് തീർത്ത കൊട്ടാരത്തിൽ. നിർത്തൂ പിശാചേ. പെട്ടെന്ന് അമൃതവല്ലി തേങ്ങിക്കരഞ്ഞു. നിന്റെ മന്ത്രശക്തി എനിക്കറിയാം. എനിക്ക് നിന്നിൽ നിന്ന് രക്ഷയില്ല. ഞാൻ നീ പറയുന്നത് അനുസരിക്കാം. ഉറുമ്പായി ചിരിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനെ പോലെ മുന്നിലേക്ക് നടന്നു ചെന്ന് വാളും പരിചയം അമൃതവല്ലിയുടെ കാൽക്കലേക്ക് വെച്ചു. അമൃതവല്ലി, ഞാനൊരു നിമിഷം കണ്ണടച്ചു നിന്ന് നിന്നെ ശക്തിമന്ത്ര ഹോമത്തിനായി എന്റെ തലച്ചോറിലേക്ക്
ആവാഹിക്കട്ടെ. അമൃതവല്ലി നിശ്ചലയായി നിന്നു. കണ്ണടച്ചു നിന്ന ഉറുമ്പായിയുടെ കറുത്തു തടിച്ച ചുണ്ടുകൾ ചലിക്കുന്നു. അടുത്ത നിമിഷം കാൽക്കലിരുന്ന വാൾ കയ്യിലേക്ക് എടുത്ത് അമൃതവല്ലി ആഞ്ഞു വീശി. ഹോമപ്പുരയുടെ കോട്ടവാതിൽ വലിയ ശബ്ദത്തോടെ തുറന്നു. തലയറ്റ് ഉറുമ്പായി അഗ്നി ആറിത്തണുത്ത ഹോമാഗ്നിക്ക് പുറത്തേക്ക് വീണ് കിടക്കുന്നു. ജന്മം മറന്ന്, പൂർവജന്മങ്ങൾ മറന്ന്. ഗൗതമൻ ആർദ്രയുടെ അടുത്തേക്ക് വന്നു. ആർദ്ര കയ്യിലിരുന്ന ഗൗതമന്റെ നാഗമോതിരം നീട്ടി അവന്റെ 6-ാം വിരലിൽ തൊട്ടു. അടുത്ത നിമിഷം ഗൗതമൻ ഒന്ന് പിടഞ്ഞു. പിന്നെ കണ്ണു തുറന്നു. മുൻപിൽ വീൽ ചെയറിൽ ആർദ്ര. ഒരു നിമിഷം കൊണ്ട് ഒരു ചലച്ചിത്രം പോലെ തന്നെ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഓർമ്മ വന്നു ഗൗതമന്. ഗൗതമൻ അടുത്തേക്ക് ചെന്നു. രക്തപിശാചേ, നീ ഭൂമിയുടെ അച്ചുതണ്ട് തകർക്കും അല്ലേ? എല്ലാ സ്നേഹവും നിന്റെ ഹൃദയത്തിലേക്ക് തന്നിട്ട് ഞാനിന്ന് നിന്നെ തീർക്കും, ദുഷ്ടപിശാചേ. മറ്റൊന്നും ചിന്തിക്കാതെ ഗൗതമൻ ഉറുമ്പായിയുടെ എണ്ണച്ചായ ചിത്രത്തിലിരുന്ന ഇരുതല കുന്തം വലിച്ചെടുത്തു. ആർദ്ര മരിക്കാൻ തയ്യാറായി ഇരുന്നു. ഗൗതമൻ, എന്റെ പ്രാണനെ, എന്റെ ജീവനെ, നിന്റെ കൈകൊണ്ട് എനിക്ക് മരിക്കണം. കൊന്നോളൂ. ഗൗതമൻ കുന്തം 3 തവണ കറക്കി. എന്നിട്ട് ഉറക്കെ കരഞ്ഞു. സ്നേഹിച്ചു ജീവനെ, എന്റെ പ്രാണനെ. പക്ഷേ പ്രപഞ്ചത്തെ ദ്രോഹിക്കുന്ന നിന്നെ എനിക്ക് നശിപ്പിച്ചേ മതിയാകൂ. കുന്തം ആർദ്രയുടെ നേർക്ക് എറിഞ്ഞു. അത് ആർദ്രയുടെ മാറ് പിളർന്ന് മറുപുറം കടന്നു. ആർദ്ര ചിരിച്ചു. പിന്നെ എഴുന്നേറ്റു. അരക്കെട്ട് തകർന്ന ആർദ്ര. ഒരു നിമിഷം ഗൗതമൻ പകച്ചു. 1000 കുതിരയുടെ ശക്തിയോടെ ഗൗതമനിലേക്ക് ചെന്നു ചേർന്നു ആർദ്ര. ഗൗതമന്റെ മാറ് പിളർന്ന് ആർദ്രയിൽ തറച്ച കുന്തം മറുപുറം കടന്നു. ആർദ്രയുടെ നീണ്ട തലനാരുകൾ അഴിച്ചുലഞ്ഞു. ആർദ്ര ഗൗതമനെ ചുറ്റി നെഞ്ചോട് ചേർത്തു. അവന്റെ ചുണ്ടിൽ സ്നേഹവായ്പോടെ ചുംബിച്ചു. പിന്നെ കരഞ്ഞു. അവർ ഒരു ശരീരമായി, ഒരാത്മാവായി. പുറത്തു ഭൂമി ഇടിഞ്ഞു താഴുന്നു. നാഗമ്പടം കൊട്ടാരം പാതാളത്തോളം താഴ്ന്ന് ഭൂമിക്കടിയിലായി. ഇരമ്പുന്ന മഴയിൽ മിന്നൽ പിണർ ഇടിമുഴക്കത്തിൽ കണ്ടു ആർദ്ര ഇരുന്ന വീൽ ചെയർ. പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും സ്നേഹവും മനസ്സും ഏറ്റുവാങ്ങിയ ആർദ്രയുടെ വീൽ ചെയർ. അരക്കെട്ട് തകർന്ന ആർദ്രയുടെ സ്വർണ സിംഹാസനം. ഒരു കാലത്തിനും നശിപ്പിക്കാൻ കഴിയാത്ത വിധം ആ വീൽ ചെയർ അങ്ങനെ കിടന്നു, ആരുമറിയാതെ, ലോകമറിയാതെ. കഥ അവസാനിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ വായിച്ചത് മിഥുൻ മോഹൻ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിച്ച ഒരു കഥയാണ്. ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ യൂട്യൂബ് റെക്കമെൻഡേഷൻ കിട്ടൂ, നമുക്ക് ഈ ചാനലിലെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് എന്റെ കൂട്ടുകാർ ഇതുവരെ തന്നെ സപ്പോർട്ട് ഇനിയും തരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ചാനൽ മോണിറ്റൈസ് ആയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ വ്യൂ കൂടിയാലേ നമുക്ക് ഈ ഡോളറിന്റെ വരുമാനം വർദ്ധിക്കും. അപ്പൊ അത് നമുക്ക് വർദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയും. എനിക്ക് വരുമാനം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്രചോദനം എനിക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. ലൈക്ക് കൊണ്ട് എനിക്ക് കൂടുതൽ ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് അത് ചെയ്യേണ്ട, നിങ്ങൾ തരേണ്ട ആദ്യത്തെ കടമ്പ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സപ്പോർട്ടാവും. എനിക്ക് ഒന്നാമത് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഞാൻ ഇതിനെപ്പറ്റി സ്റ്റോറി പറയുന്നത്. അപ്പൊ അതെനിക്ക് കിട്ടുന്നത് ഡോളറായി കിട്ടുന്നത് എന്റെ ഒരു കാര്യത്തിലും അതുകൊണ്ട് സഹായമാണ്. പിന്നെ എനിക്ക് നിങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും സഹായം എത്തിക്കാനും എനിക്ക് കഴിയാൻ പറ്റും വരും കാലങ്ങളിൽ. അപ്പൊ ഈ സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം. ഞാൻ ഇതിനുവേണ്ടി ഞാൻ എനിക്ക് സുഖമില്ലാത്തതോട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അതുകൊണ്ട്. എന്റെ തൊണ്ട നല്ല ശരിയല്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഇത് കേട്ടിരിക്കുക. എന്റെ കഥ ഇഷ്ടമായെങ്കിൽ എന്റെ മറ്റു വീഡിയോസ് ഇത് കാണുക. അതിലും പോയി കമന്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. മുൻപുള്ള വീഡിയോസ് ഒരുപാടുണ്ട്, അത് കൊണ്ടുപോയി എല്ലാവരും പോയി കാണുക. കണ്ടിട്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. വീഡിയോ കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കുക. നമുക്ക് വില്ലൻ കാണാം അടുത്ത സ്റ്റോറിയിലേക്ക്. അപ്പം നന്ദി, നമസ്കാരം.